നിറമാല ചാർത്തിയ തമാശകളുമായി Once Upon a Time version 2.0 ഇന്നത്തെ തകർപ്പൻ എപ്പിസോഡിലേക്ക് കടക്കുമ്പോൾ സ്വാഗതം ചെയ്യുന്നു ഏറെ സ്നേഹത്തോടെ ശ്രീ രമേശ് പിഷാരടി. Once Upon a Timeന്റെ മറ്റൊരു എപ്പിസോഡ് ഇവിടെ ആരംഭിക്കുമ്പോൾ ഇന്ന് നമ്മളോടൊപ്പം എത്തുന്ന അതിഥി ചിരിയുടെ ലോകത്ത് നിന്നും സിനിമയുടെ ലോകത്തെത്തി അവിടെ വ്യത്യസ്തങ്ങളായ ഒരു പിടി നല്ല കഥാപാത്രങ്ങൾ ചെയ്തുകൊണ്ട് മലയാളികളുടെ മനസ്സിൽ തൻ്റെതായ ഒരിടം നേടിയെടുത്ത പ്രിയപ്പെട്ട കലാകാരനാണ്, സുഹൃത്താണ്, സഹപ്രവർത്തകനാണ്. ഏറെ സ്നേഹത്തോടെ Once Upon a Timeന്റെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ശ്രീ സെന്തിൽ. സെന്തില്, നമുക്ക് പ്രിയപ്പെട്ട ചില കാര്യങ്ങൾ രണ്ടാമത് നടക്കുമ്പോൾ വലിയ സന്തോഷമാണ്. തീർച്ചയായിട്ടും. സെന്തിൽ ഇവിടെ ആദ്യം വന്നപ്പോൾ ഞാൻ സെന്തിലിന് വലിയൊരു ആമുഖം തന്നു. സെന്തിലിന്റെ ഒരുപാട് വിശേഷങ്ങൾ നമ്മളിവിടെ പറഞ്ഞു. ഇന്ന് എനിക്ക് അങ്ങനെ ഒരുപാട് ആമുഖമൊന്നും ഞാൻ പറഞ്ഞില്ല, കാരണം സെന്തിലിനെ മലയാളികൾക്ക് അറിയാവുന്നതാണ്. എങ്ങനെ ഉണ്ടായിരുന്നു ആദ്യത്തെ വരവും പോക്കും, അത് കഴിഞ്ഞുള്ള അനുഭവങ്ങളും ഒക്കെ? ശരിക്കും ഈ പ്രോഗ്രാം തുടങ്ങിയത് മുതൽ ഇതിലേക്ക് എന്നെ വിളിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ അതിയായി ആഗ്രഹിച്ചിരുന്നു. അത് കഴിഞ്ഞ് രമേശ് ഏട്ടൻ ഇതിലേക്ക് വിളിച്ചപ്പോൾ ഈ എല്ലാം കൂടെ വരുമ്പോൾ ഒരുമിച്ച് വരുമെന്ന് പറഞ്ഞ പോലെ വർക്കുകൾ ഇങ്ങനെ വന്നു നിൽക്കുന്ന സമയത്തായിരുന്നു. അങ്ങനെ എല്ലാം ഒത്തുവന്നൊരു സമയമായിരുന്നു കഴിഞ്ഞ തവണ. അതുപോലെ ഇത്തവണ വിളിച്ചപ്പോഴും കറക്റ്റ് ഫ്രീ ആയി. എങ്ങനെയെങ്കിലും അത് ഒരാൾ ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, രണ്ടാമത്തെ വിളിക്ക് പലരും സമയം ഉണ്ടാക്കിയെങ്കിലും വരും. അത് ആദ്യത്തെ വരവും ഇവിടെ ഒരു പൂർണ്ണമായ ഒരു ദിവസം ഇരുന്നു കൊണ്ട് ചിരിച്ച് സന്തോഷിച്ച് പോവുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. രണ്ടാമത് ഒരിക്കൽ കൂടി വന്നതിന് ഒരുപാട് നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. താങ്ക് യു. ഇനി ബാക്കി വിശേഷങ്ങൾ നമുക്ക് അവിടെ നിന്നിട്ട് പറയാം. സ്റ്റാൻഡപ്പ് പെർഫോമൻസിലേക്ക് കടക്കുകയാണ്. We have stand-up comedian സന്തോഷ് നെന്മാറ. സന്തോഷ് നെന്മാറ പാലക്കാട് ഡിസ്ട്രിക്റ്റിലെ സ്ഥലമാണ് അല്ലേ? സന്തോഷ് എന്ത് ചെയ്യുന്നു? ജോലിയൊന്നുമില്ല, ഇങ്ങനെ സിനിമയിൽ ചാൻസ് വെച്ച് നടക്കണം. പഠിത്തം കഴിഞ്ഞല്ലേ? എന്താ പഠിച്ചേ? 10-6 കൊല്ലം. 10-6 കൊല്ലം അല്ലേ? സീരിയസ് ആയിട്ട് പറഞ്ഞോ? 10-6 അതോ 2 കൊല്ലോ? 1 കൊല്ലം. ഒറ്റ കൊല്ലം കൊണ്ട് രണ്ടാമത്തെ കൊല്ലം 10 നമ്മൾ ക്ലിയർ ചെയ്തു. അത് കുഴപ്പമില്ല. ഇപ്പൊ 1 6 പറയുമ്പോ എന്തായാലും കയ്യിൽ നിന്ന് പോയല്ലോ, പോയി എന്നുള്ളത് നമുക്ക് ഉറപ്പാണ്. നെന്മാറയിൽ അവിടെ പ്രാദേശികമായിട്ട് പരിപാടികളൊക്കെ ചെയ്യാറുണ്ടോ? ഇല്ല, ഒരു ജോലി ഹോട്ടലാണ് എനിക്ക്. അപ്പൊ അതുകൊണ്ട് അത് തിരക്ക് കാരണം അവിടെയും പോണില്ല. ഹോട്ടലല്ല, ഒരു ഹോംലി മിൽസ്. വീട്ടിൽ അമ്മയും ഞാനും കൂടി നടത്തുകയാണ്. പാലക്കാട് ഫിലിം ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? ഒരു പടം പാലക്കാട് സ്ലാങ്ങിൽ. അതെ അതെ. കേട്ടാ സുഖമല്ലേ കേട്ടാ? എന്തൊക്കെയാണ് വിശേഷങ്ങൾ? സുഖമായിരിക്കണെന്ന്. ഓ, ഊണ് കഴിച്ചാ? ഊണ് കഴിച്ചായിരുന്നോ? എന്താ കൂട്ടാൻ? ഞാൻ വേറെ നത്തോലി മീനൊക്കെ വെച്ച് കഴിച്ചായിരുന്നു. എന്ത് വില മീന്? മീന് 40 രൂപ ഉണ്ട് കിലോക്ക്. എന്താണ്ട ഉണ്ണിയാ 40 രൂപയ്ക്ക് മീൻ വാങ്ങിക്കുക അവിടെ? 40 രൂപയ്ക്ക് ആരാ മീൻ വാങ്ങി തിന്നുക? എന്താണ്ടാ തൂമേ 40 രൂപയ്ക്ക് മീൻ വാങ്ങ്? 40 രൂപയ്ക്കൊന്നും തിന്നേണ്ട കാര്യമില്ല. വാസുവിന്റെ കടയിൽ മീൻ 10 രൂപയ്ക്ക് കൊടുക്കുന്നുണ്ട്. മണ്ട് കായം തുടങ്ങിയിരിക്കുന്നത്. ഓ പന്ത് എന്താ രസം കഴിച്ചു. ഇവിടെ കൂട്ടം കൂട്ടാണ്ട് ഇവിടെ പരിപാടി നടക്കണല്ലേ? നീ മീൻ വിൽക്കാൻ വന്നാണ് കോമഡി പറയാൻ വന്നാണ്? ഞാൻ ഒരു കാര്യം പറയാം, നീ പറഞ്ഞത് സത്യസരി. അതിൽ എവിടാണ്ട് നായം? നീ പറഞ്ഞത് എന്താണ്ട് നായ ഉള്ളത്? ഇവിടെ വന്നിട്ട് പറയാണ് നാത്തോലിക്ക് 40 രൂപയാണെന്ന് പറയാണ്. എന്താ പറയണേ? കുട്ടികളിയാണ്. ഞാൻ പാലക്കാട്, രമേശ് പാലക്കാട്. ഞാൻ പാലക്കാടാണ്. കുട്ടികളിയാണിത്. ഞാൻ പഠിച്ചു വന്ന പാലക്കാടെല്ലാം മറന്നു പോയിരിക്കുന്നു. ഞാൻ പഠിച്ചു വന്ന പാലക്കാടൊക്കെ മറന്നു പോയിരിക്കണെന്ന്. അപ്പൊ സന്തോഷ് സ്റ്റാൻഡപ്പ് പെർഫോമൻസ് ഒന്നും ചെയ്തിട്ടുണ്ടോ? ഫസ്റ്റ് ടൈം ആണ്. ഓക്കെ, എന്നാ ഓൾ ദി ബെസ്റ്റ്. നന്നായി പെർഫോം ചെയ്യാം. ഹലോ, ഹായ്, നമസ്കാരം. എൻ്റെ പേര് സന്തോഷ്. വീട് പാലക്കാട് ജില്ലയിലെ നെന്മാറയിൽ. നെന്മാറയെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്രശസ്തമായ നെന്മാറ വേല വെടിക്കെട്ട് എൻ്റെ നാട്ടിലാണ്. ഒന്ന് കൈയടിക്കുമോ? മുഴുവൻ പേര് സന്തോഷ് കുമാർ. വീട്ടിലമ്മ ഉണ്ണി എന്ന് വിളിക്കും. ഈ ഉണ്ണി എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് കവിർ പൊന്നമ്മ ചേച്ചിനെയാണ്. ഉണ്ണി, എൻ്റെ ഉണ്ണിയെ കണ്ടു. പക്ഷെ ആ ഉണ്ണി ഞാനല്ല. എന്നെക്കുറിച്ച് പറയുകയാണെങ്കിൽ കുട്ടിക്കാലം മുതലേ പഠിക്കാൻ യാതൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല, മറിച്ച് സിനിമ കാണാൻ താല്പര്യം. എൻ്റെ വീടിൻ്റെ ബാക്കിൽ തിയേറ്ററാണ്, ഒരേ മതിലാണ്. കുട്ടിക്കാലം മുതൽ ഒരുപാട് സിനിമ കണ്ടു. ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സാർ എന്നെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കി. അതിന് മെയിൻ കാരണം രമേശ് ഏട്ടാ കുഞ്ചാക്കോഭവനാണ്. കുഞ്ചാക്കോഭവൻ കാരണമാണ് എന്നെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കിയത്. എന്താ വെച്ചാൽ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ക്ലാസ് പരീക്ഷ, തിങ്കളാഴ്ച പരീക്ഷ. എൻ്റെ തലേന്ന് ഞായറാഴ്ച ടി വിയിൽ പുതിയ സിനിമ. അന്ന് ഇതുപോലെ മൊബൈലൊന്നുമില്ല, ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടി വിയാണ്. ഇപ്പോൾ ടി വിയിൽ സിനിമ ഇരുന്ന് കണ്ടു. ഏതാ പടം? പ്രേം പൂജാരി. സിനിമ കണ്ടു. പിറ്റേന്ന് എക്സാം. അപ്പോൾ സാർ എന്നോട് കുറേ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. എനിക്കൊന്നും പറയാൻ കിട്ടിയില്ല, കാരണം പഠിച്ചാലേ പറയാൻ പറ്റുള്ളൂ. ഇരുന്ന് സിനിമ കണ്ടു. അപ്പോൾ സാറ് ചോദിച്ചു, നീ ഇന്നലെ സിനിമ കണ്ടോ അത് പഠിച്ചോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, സാറേ ഞാൻ പഠിച്ചു, പക്ഷെ ഒന്നും ഓർമ്മയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ സാർ ഞാൻ ടെസ്റ്റ് ചെയ്തു. സാർ എന്നോട് ചോദിച്ചു, ഇന്നലെ ടി വിയിൽ ഒരു പുതിയ സിനിമ ഉണ്ടായിരുന്നു,
കുഞ്ചാക്ക ഭവനും ശാലിനി. അതിൽ ശാലിനിയുടെ വീട്ടിൽ കുഞ്ചാക്ക ഭവൻ വാടകയ്ക്ക് താമസിക്കണം. ഇത് ഏതാ സിനിമ എന്ന് ചോദിച്ചു. ഞാൻ പൊട്ടൻ എന്ത് ചെയ്ത് പ്രേം പൂജാരി എന്ന് പറഞ്ഞു. സാർ എന്നോട് ക്ലാസ്സിൽ നിന്ന് പുറത്തു പോകാൻ പറഞ്ഞു. ഞാൻ പുറത്തുപോയി നിന്നു. എൻ്റെ വീടിൻ്റെ അടുത്തൊരു മാഷുണ്ട്. ഈ മാഷിൻ്റെ മകൻ പഠിച്ച് ഒരു നെറ്റ് ലൂസായിരിക്കുകയാണ്. ഈ പഠിപ്പ് കൂടിയാലും കുഴപ്പമാണ്. എന്താ വെച്ചാൽ ഈ മാഷിൻ്റെ മകൻ ഇപ്പം നമ്മൾ റോട്ടിൽ പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പോൾ റോട്ടിലൊക്കെ അവിടെയൊക്കെ പേപ്പർ കാണും. ആ പേപ്പറൊക്കെ പെറുക്കിയെടുത്ത് വായിക്കുക. അപ്പോൾ എന്താണെന്ന് അന്വേഷിച്ചപ്പോൾ പഠിച്ച് ഇങ്ങനെ ആയതാണ്. എൻ്റെ അമ്മയെക്കുറിച്ച് പറയുകയാണെങ്കിൽ എന്ത് പറഞ്ഞാലും അമ്മയ്ക്ക് ഭയങ്കര ഉപദേശമാണ്. എന്താ വെച്ചാൽ എൻ്റെ വീടിൻ്റെ അടുത്തൊരാൾ മരിച്ചു. ഞാൻ മരിച്ചിട്ട് കണ്ടിട്ട് വന്നു. അപ്പം അമ്മ പറയാം, മരിച്ച വീട്ടിൽ നിന്ന് വരികയാണ്, നീ കുളിച്ചിട്ട് അകത്ത് കയറിയാൽ മതി. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ മരിച്ച വീടോ? അങ്ങനെ ഒരു വീടുണ്ടോ? എല്ലാവരും പറയുന്ന കാര്യമാണ് മരിച്ച വീടെന്ന്. ഏതെങ്കിലും വീട് മരിക്കുമോ? അറിയാത്തൊരു കാര്യമാണ്. അമ്മയോട് ഞാൻ ഒരു ആഗ്രഹം പറഞ്ഞു, അമ്മ എനിക്കൊരു നടനാവണമെന്ന്. അപ്പം അമ്മ പറയാം, നീ ആദ്യം ഇരുന്ന് കാല് എന്നിട്ട് നടനായാൽ മതിയെന്ന്. എൻ്റെ മേമ്മയുടെ മകൻ എനിക്ക് 2 ഷർട്ട് കൊണ്ടുവന്നു. അമ്മയുടെ കൊടുത്തു. ഞാൻ വീട്ടിലുണ്ടായിരുന്നില്ല, അമ്മയായിരുന്നു. അപ്പം അമ്മയുടെ അടുത്ത് കൊടുത്തു. ഞാൻ വൈകിട്ട് വീട്ടിൽ പോയി. അമ്മ പറഞ്ഞു, നിനക്ക് അവൻ 2 ഷർട്ട് കൊണ്ടുവന്നിട്ടുണ്ട്, അവൻ ഷർട്ട് ചെറുതായി എന്ന്. ഞാൻ അമ്മയോട് ചോദിച്ചു, ഏതെങ്കിലും ഷർട്ട് ചെറുതാവുമോ? അപ്പം നമ്മൾ ചിലപ്പോൾ തടി വയ്ക്കും, അല്ലെങ്കിൽ തടി കുറയും, എന്നല്ലാതെ ഏതെങ്കിലും ഷർട്ട് ചെറുതാവുമോ? ഈ തേച്ച് മടക്കി വെച്ച ഷർട്ട് എങ്ങനെ ചെറുതാവുന്നത്? കുട്ടിക്കാലം മുതലേ നടനാവണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. വലിയ വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല, ചെറിയ ആഗ്രഹങ്ങൾ. ഇപ്പോൾ ലാലേട്ടൻ്റെ കൂടെ അഭിനയിക്കണം, മമ്മൂക്കയുടെ കൂടെ അഭിനയിക്കണം എന്ന ആഗ്രഹങ്ങളൊന്നും എനിക്കില്ല. കാരണം കൊക്കിലൊതുങ്ങുന്നതേ കൊത്താൻ പാടുള്ളൂ. എനിക്ക് ആഗ്രഹം സണ്ണി ലിയോണിനോട് അഭിനയിക്കണം എന്ന്. അങ്ങനെ ഇരിക്കെ സിനിമയിൽ അഭിനയിക്കാൻ പോയി. വീടിൻ്റെ അടുത്തൊരു ചേട്ടൻ സിനിമയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ചേട്ടനെ കാണാൻ പോയി. ചേട്ടൻ ഈ സിനിമയിൽ ജൂനിയർ ആർട്ടിസ്റ്റുകളെ സപ്ലൈ ചെയ്യുന്ന ചേട്ടനാണ്. അതെനിക്ക് അറിയില്ലായിരുന്നു എന്താ ജൂനിയർ ആർട്ടിസ്റ്റ് എന്ന്. അപ്പോൾ ചേട്ടനെ കാണാൻ പോയി. ചേട്ടൻ പറഞ്ഞു, നിൻ്റെ ഒരു ഫോട്ടോ തരണം, ഫോട്ടോ തന്നാൽ ഓക്കെ ആക്കാമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഞാൻ സ്റ്റുഡിയോയിൽ പോയി ചിരിച്ച് നിൽക്കണ 2 ഫോട്ടോ എടുത്തു. ആ ചേട്ടനെ കൊടുത്തു. അവിടുന്ന് ഒരാഴ്ച കഴിഞ്ഞ് ഒരു ദിവസം രാത്രി ഞാൻ കിടക്കുകയായിരുന്നു. ചേട്ടൻ വിളിച്ചു, സന്തോഷ് നാളെ ഷൂട്ടുണ്ട്, വരണം എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ നായകനായിട്ടുള്ള സിനിമയാണെന്ന് വിചാരിച്ചു. കുറേ സ്വപ്നങ്ങൾ കണ്ടു. ഞാൻ വിചാരിച്ചു നാളെ ഞാൻ അഭിനയിക്കാൻ പോവാണ്. ആരെൻ്റെ നായിക? ഇപ്പോൾ ഡയാനയാണോ, അല്ല ഐശ്വര്യ റായ് ആണോ, അല്ല അനുഷ്ക ഷെട്ടിയാണോ? അത് കുറേ ആഗ്രഹിച്ചു. എങ്ങനെയോ നേരം വെളുത്തു. കാലത്ത് ഷൂട്ടിംഗ് സ്ഥലത്ത് പോയി. ഷൂട്ടിംഗ് സ്ഥലത്ത് പോകണു. ദേ നിൽക്കണു ആസിഫ് അലി ലൊക്കേഷനിൽ ആറാടുകയാണ്. ആസിഫ് അലിയെ കണ്ടു. കുറച്ച് നേരം കഴിഞ്ഞ് ശ്രീനിവാസൻ ചേട്ടൻ വരണു. സിനിമ ട്രാഫിക്. ഈ ട്രാഫിക്കിന്റെ ക്ലൈമാക്സിൽ ആ ശ്രീനിവാസൻ ചേട്ടൻ വണ്ടി കൊണ്ട് വരുമ്പോൾ ഈ ആസിഫ് അലി ആൾക്കാരെ തള്ളി മാറ്റുന്നുണ്ട്. ആ കൂട്ടത്തിൽ ഞാനും ഉണ്ട്. എന്നെ ഇങ്ങനെ തള്ളി മാറ്റി. ഭയങ്കര ഹാപ്പിയായി. അപ്പം എല്ലാവരോടും പറഞ്ഞു, ആസിഫ് അലി എന്നെ തള്ളി മാറ്റേണ്ട സീനുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ സിനിമ റിലീസായി. ബന്ധുക്കളെയും നാട്ടുകാരെയും കുടുംബക്കാരെയും എല്ലാവരെയും എൻ്റെ ചെലവിൽ സിനിമ കാണിക്കാൻ കൊണ്ടുപോയി. പടത്തിൽ ഞാനില്ല. ഇന്റർവെൽ വരെ കണ്ടു, ഞാനില്ല. ഇന്റർവെല്ലിന് ശേഷം വന്നപ്പോൾ ശ്രീനിവാസൻ ചേട്ടൻ വരുന്നുണ്ട്, ആസിഫ് അലി തള്ളി മാറ്റുന്നുണ്ട്. പക്ഷെ എന്നെയല്ല, വേറെ ആരെയും മാറ്റണം. എല്ലാവരും മുന്നിൽ നാണം കെട്ടു. കാരണം എല്ലാവരും കൊണ്ട് സിനിമയിൽ ഉണ്ട് എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇനി ഈ തിയേറ്ററുകാർ കട്ട് ചെയ്താണെന്ന് അറിയാൻ ഞാൻ വേറൊരു തിയേറ്ററിൽ പോയി സിനിമ കണ്ടു. അപ്പോഴാണ് മനസ്സിലായത് 2 തിയേറ്ററിൽ ഒരേ കഥ എന്ന്. ഞാൻ കരുതി തിയേറ്റർ മാറിയ സിനിമയുടെ കഥയും മാറുന്നു കരുതി. പക്ഷെ അപ്പോഴും അതിൽ ഞാനില്ല. അത് കഴിഞ്ഞ് ഒരു 3-4 മാസം കഴിഞ്ഞ് DVD ഇറങ്ങി. DVD കണ്ടു. അതിലും ഞാനില്ല, സെയിം കഥ. അത് കഴിഞ്ഞ് ഒരു കൊല്ലം ഓണത്തിന് ഉത്രാടത്തിന് ട്രാഫിക് TV വന്നു. അപ്പോഴും ഞാനില്ല, സെയിം കഥ. അപ്പോഴും അഭിനയമോഹം വിട്ടില്ല. പാലക്കാട് മറ്റൊരു ഷൂട്ടിംഗ് മാണിക്യക്കല്ല്. അങ്ങനെ പൃഥ്വിരാജിന്റെ പടം സമ്പ്രദ സുനിലും. അവിടെ പോയി ചാൻസ് വെച്ചു. അപ്പോൾ അവർ പറഞ്ഞു, സംസാരമൊന്നുമില്ല, ചെറിയൊരു വേഷം തരാം. പൃഥ്വിരാജും സമ്പ്രദ സുനിലും ബസ്സിലിരിക്കുന്നുണ്ട്, ആ ബസ്സിലാണെങ്കിൽ ഇരുന്നോളാൻ പറഞ്ഞു. ഞാനും കൂടെ ബസ്സിലിരുന്നു. ആരെ കൊണ്ടും പറഞ്ഞില്ല അഭിനയിച്ച കാര്യം. തിയേറ്റർ സിനിമ കാണാൻ പോയി, പടത്തിൽ ഞാനില്ല. ഒന്നിനും എന്നെ കാണിക്കുന്നില്ല. അപ്പോഴും മനസ്സിൽ മോഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വിചാരിച്ചു, എങ്ങനെ സ്ക്രിപ്റ്റ് എഴുതാം. ഇപ്പം നടനായിട്ടും ടിക്ടോക്ക് എടുത്തിട്ടൊന്നും സിനിമയിൽ എത്തിപ്പെടാൻ പറ്റുന്നില്ല. എങ്ങനെ സ്ക്രിപ്റ്റ് എഴുതാമെന്ന് വിചാരിച്ച് ഇരുന്ന് കഥ എഴുതി. ഒരു ദിവസം രാത്രി 8 മണിക്ക് കഥ എഴുതി. 8 മണിക്കും ഫുള്ളായി. അരമണിക്കൂർ കൊണ്ട് കംപ്ലീറ്റ് കഥ ഫിനിഷ്. മാണിക്കലിൻ്റെ 2ാം ഭാഗം. അമ്മയോട് പറഞ്ഞു, അമ്മ മാണിക്കല്ല് ഭയങ്കര സിനിമയാണ്, എൻ്റെ 2ാം ഭാഗം ഞാൻ എഴുതിയിട്ടുണ്ട്, അമ്മയൊന്ന് വായിക്കണം പറഞ്ഞു. അമ്മയ്ക്ക് വായിച്ചു കൊടുത്തു. അമ്മ പറഞ്ഞു, നിനക്ക് ഓസ്കാർ അവാർഡ് കിട്ടുന്നു. ഭാര്യ പറഞ്ഞു, ചേട്ടാ ഇത് നല്ലൊരു പേര് വേണ്ടേ, എന്ത് പേരിടും? അപ്പം ഞാൻ പറഞ്ഞു, മാണിക്കക്കല്ല്, ഇത് 2ാം ഭാഗത്തിന് അതേപോലെ ഒരു പേര് വേണം. കിട്ടി, മൂത്രത്തിക്കല്ല്. അങ്ങനെ ഇരിക്കെ ഈ അഭിനയമോഹം കൊണ്ട് മാത്രം നടക്കുമായിരുന്നു. അപ്പം അമ്മ ജോൾസിനെ കാണാൻ പോയി. പാട്ടുകാർ ജോൾസിനെ അല്ല കേട്ടാ, പണിക്കര് കാണാൻ പോയപ്പോൾ അമ്മ പറഞ്ഞു, മകൻ ഇങ്ങനെ ഭയങ്കര സിനിമാ മോഹമാണ്, എന്തെങ്കിലും ആവുമെന്ന് ചോദിച്ചു. അപ്പം മകൻ്റെ നാളെന്താണ്? അനിഴം. ജോൾസിൻ കബഡി നിരത്തിയിട്ട് കബഡി നിരത്തിയിട്ട് പറഞ്ഞു, ഒരു ചരട് തരാം, ആ ചരട് കെട്ടിയാൽ എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞു. ഈ ചരട് കെട്ടി. ഈ വിചാരിച്ച കാര്യം എന്ന് പറഞ്ഞാൽ ഈ അമൃത ടി ഇവിടെ വൺസ് അപ്പോൺ ടൈമിലേക്ക് വരണം എന്നായിരുന്നു. ഇപ്പോൾ ആ സ്റ്റേജിൽ നിൽക്കണം. ഓക്കെ. പാലക്കാടുള്ള സന്തോഷ് ചേട്ടായി. ചേട്ടാ സംസ്ഥാനമുണ്ട്. നന്നായിട്ടുണ്ട്. താങ്ക് യു ചേട്ടാ. നന്നായിട്ട് ഇഷ്ടപ്പെട്ടിരിക്കുന്നു. ഓ അടിപൊളി. ഞാൻ വിചാരിച്ചു പാലക്കാടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും പാലക്കാടൻ ശൈലിയിലായിരിക്കും സംസാരിക്കുന്നത് വിചാരിച്ചു. പക്ഷെ പാലക്കാടിന്റെ ഒരു ഇതും വന്നിട്ടില്ല. പക്ഷെ ഗംഭീരമായിട്ട് പെർഫോം ചെയ്തു. താങ്ക് യു. ഞാനൊരു ഇടിമഴ കാറ്റെന്ന് പറഞ്ഞൊരു സിനിമ ചെയ്തു. അത് പാലക്കാടാണ് ഷൂട്ട്, പാലക്കാടൻ സ്ലാങ് ആണ്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഈ സ്ലാങ് പഠിച്ചെടുത്തു. അപ്പോൾ ഞാനിങ്ങനെ ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ഒരു ചേട്ടൻ ഇതൊക്കെ ശ്രദ്ധിച്ചിരുന്നിട്ട് ഷൂട്ടിംഗ് കണ്ടതിന് ശേഷം എടുത്ത്, ഏയ്
ഞങ്ങളിങ്ങനെ അല്ല പറയണത് കേട്ടോ. ആ പാലക്കാട് ഉൾപ്രദേശത്തൊക്കെ ഉള്ളൂ. പാലക്കാട് തന്നെ പലതരത്തിൽപ്പെട്ട ഭാഷയാണ്. പാലക്കാട് എവിടെയാണ്? നെന്മാറ. ചേട്ടാ ഒരു വേലയ്ക്ക് വന്നിട്ടുണ്ട്, നെന്മാറ വേല, ഒരു ആനച്ചമയത്തിന്. ഓർമ്മയുണ്ട് നെന്മാറ വല്ലങ്കി വേലയ്ക്ക് തൈപ്പൂയോ മാട്ടുപ്പാറ രണ്ടല്ലേ അപ്പുറം അതെ അതെ അല്ല. ഇവിടെ 2 സ്ഥലത്ത് ഞാൻ പരിപാടി കളിച്ചിട്ടുണ്ട്. അപ്പുറത്തും കളിച്ചിട്ടുണ്ട്, ഇപ്പുറത്തും പരിപാടി ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ നെന്മാറ വേലയ്ക്കും ഇപ്പൊ പറഞ്ഞ ഈ സമയം വെക്കുന്ന പരിപാടി ഉണ്ടല്ലോ, ആനച്ചമയത്തിന് വന്നിട്ടുണ്ട്. ഇങ്ങനെ 2-3 പ്രാവശ്യം സ്റ്റേജിന്റെ മുന്നിലോട്ടൊരു വലിയ കരിങ്കല്ലിന്റെ ഇരിക്കാനുള്ള സ്ഥലം, ആളുകൾക്ക് മുഴുവൻ ഇരിക്കാൻ ഒരു മല പോലത്തെ ഒരു സ്ഥലമുണ്ട്. അവിടെ ആൾക്കാർ ഇരിക്കുന്നു, പരിപാടി കാണുന്നുണ്ട്, വെടിക്കെട്ട് കാണാനിരിക്കുന്നതും എനിക്ക് ഓർമ്മയുണ്ട്. അത് ആ സിനിമ നമ്മുടെ കഥയിലെ രാജകുമാരനും ആ പടമൊക്കെ ഇറങ്ങിയ സമയത്ത്. അതേപോലെ മനോഹരം സിനിമ ഫുൾ നെന്മാറയാണ്. മനോഹരം ഇനി ഞാൻ വേറൊരു കാര്യം പറയാം. വേണമെങ്കിലും ഒന്ന് അടിച്ചു പരത്തി എടുത്താൽ താടിയൊക്കെ ഒന്ന് ഭംഗിയായിട്ട് ട്രിം ചെയ്ത് വെട്ടണ്ട പോലെ മുടിയൊക്കെ വെട്ടി ഒന്ന് ഇങ്ങനെയൊക്കെ പിടിച്ചിരുന്നാൽ നിങ്ങൾക്ക് രാംചരൺ തേജ എന്ന് പറഞ്ഞ നടന്റെ ഒരു ചെറിയ ഛായയുണ്ട്. ചില പടങ്ങളിൽ രാംചരൺ തേജ നിങ്ങൾ ഇടുന്ന പോലത്തെ എക്സ്പ്രഷൻ ഇടാറുണ്ടോ എന്ന് വരെ ഞാൻ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇല്ലേ? അങ്ങനത്തെ ഒരു പരിപാടികളൊക്കെ ഉണ്ട്. സിനിമയിലെ ഈ ലൊക്കേഷനിൽ പോയി എന്നൊക്കെ പറഞ്ഞത് ഉള്ളതാണോ? സത്യമാണ്. മാണിക്യക്കല്ലിലും പോയി, ട്രാഫിക്കിലൊക്കെ പോയല്ലേ? പക്ഷെ ഫ്രെയിമിലില്ല. എനിക്ക് തോന്നി സ്വന്തം കഥയാണ്. ഗംഭീര പ്രകടനമായിരുന്നു. പാലക്കാടുള്ള നിങ്ങൾ സിനിമയ്ക്ക് പോയതും സിനിമയുടെ ചാൻസ് അന്വേഷിച്ചു പോയതും ഒക്കെ ആയിട്ടുള്ള കുറെ കഥകള് അവിടേക്ക് പോയി ഇല്ല. പിന്നെ ചില സാധനങ്ങൾ ഈ നിങ്ങൾക്ക് അറിയാവുന്ന കഥയാണല്ലോ, നമുക്കറിയാവുന്ന കഥയുണ്ട്. ഈ നമ്മുടെ കൈയക്ഷരം നമുക്ക് വായിക്കാൻ പറ്റും, ബാക്കിയുള്ളവർക്ക് വായിക്കാൻ പറ്റൂല എന്ന് പറയുന്ന ഒരു പോലെയുള്ളൊരു ചെറിയ പ്രശ്നം നിങ്ങളുടെ പ്രസന്റേഷൻ ഉണ്ടായിരുന്നു. നിങ്ങളുടെ കഥകൾ നിങ്ങൾക്ക് അറിയാവുന്നതാണ്, നിങ്ങൾക്ക് അത് മനസ്സിലായി, നിങ്ങളത് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞു, തീർത്തു പോയി, പെട്ടെന്ന് തീർത്തു പോവുകയാണ്. എന്നാൽ കേൾക്കുന്നവൻ ഇത് മനസ്സിലാകാൻ മാത്രത്തിലുള്ള നിർത്തലുകളും എടുക്കല്, കുത്തു, കോമ, എല്ലാ ചിഹ്നങ്ങളും ഉണ്ടല്ലോ എഴുതുമ്പോൾ. ഇതൊക്കെ വർത്താനത്തിലും കൂടി ഉണ്ടെങ്കിൽ പല തമാശകളും നിങ്ങൾ ഇപ്പൊ പറഞ്ഞപ്പോൾ ആളുകൾ ചിരിച്ചതിനേക്കാൾ കൂടുതൽ ആളുകൾ ചിരിച്ചേനെ, കൃത്യമായിട്ട് അത് പറഞ്ഞിരുന്നെങ്കിൽ. നിങ്ങൾക്ക് അറിയാവുന്ന കഥയാ, നിങ്ങൾ പറഞ്ഞു തീർക്കുകയാണ്. ഞങ്ങൾക്ക് ഇത് അറിയാത്ത കഥയാ, ഫ്രഷ് ആയിട്ടും ഭംഗിയായിട്ടും പറയേണ്ടതായിട്ടുണ്ടായിരുന്നു. അതെനിക്ക് അങ്ങനെ തോന്നി കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. മറ്റൊരു രസകരമായ സ്റ്റാൻഡപ്പ് പെർഫോമൻസുമായിട്ട് വരുന്നു പ്രദീപ് പൂലാനി. പ്രദീപ് പൂലാനി, സ്വാഗതം. പൂലാനി എന്ന് പറയുന്ന സ്ഥലപ്പേരാണോ? സ്ഥലപ്പേരാണ്. ചാലക്കുടിയിൽ നിന്ന് ഒരു 10 കിലോമീറ്റർ. ചാലക്കുടിയില്. ഓക്കെ. പിന്നെ എന്ത് ചെയ്യുന്നു ബൈ പ്രൊഫഷൻ? ഇതല്ലാണ്ട് ആർട്ടിസ്റ്റാണ്. ചാക്യാർ വേഷമാണ് കൈകാര്യം ചെയ്യുന്നത്. മിമിക്രിയിലെ ചാക്യാർ വേഷമാണ്. ആ വേഷത്തിലൂടെ നമ്മുടെ ബോധവൽക്കരണ പരിപാടിക്ക് എന്താണ് എന്നെ വിളിക്കണമെന്ന് അറിയില്ല, അത്രയും ബോധം ഉണ്ടായിട്ടൊന്നുമല്ല. വേഷം കെട്ടലുകൊണ്ട് ജനങ്ങളെ ബോധവൽക്കരിക്കാനായിട്ട് ആരോഗ്യവകുപ്പ്, മോട്ടോർ വകുപ്പ്, KCB അങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്തുകൊണ്ട് എന്നിട്ട് ആൾക്കാർക്ക് ബോധം വരുന്നുണ്ട്. ഈ വേഷം കാണുമ്പോൾ അടുത്ത് വരുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞു പോകുമ്പോ എന്താന്നുള്ള കാര്യം മാത്രമേ പ്രശ്നമുള്ളൂ. വേഷം കെട്ടിട്ടാണോ പെർഫോം ചെയ്യുന്നത്? അല്ല, ഞാൻ അതിൽ നിന്ന് ഒരു 20 വർഷക്കാലമായിട്ട് ഇതിലുള്ളത്. അപ്പൊ അതിൽ നിന്ന് മാറാനായിട്ടുള്ള ശ്രമമാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നേക്കാണ് കേട്ടോ. അല്ല, അപ്പൊ കൂത്ത് പഠിച്ചിട്ടുണ്ടോ? ഇല്ല, പഠിച്ചിട്ടില്ല. മിമിക്രിയിൽ ഓരോരുത്തരും വ്യത്യസ്തമാർന്ന പരിപാടികളായിട്ട് പോകുമ്പോ എനിക്ക് പിടിച്ചത് എങ്ങനെയെങ്കിലും. അപ്പൊ നിങ്ങൾ വേഷമൊക്കെ കെട്ടിയിട്ടാണ് സാധാരണ കൂത്തിന്റെ വേഷത്തിൽ ബോധവൽക്കരണം ചെയ്യുന്നത്. ഇന്ന് വേറൊരു വേഷത്തിൽ വേറൊരു പ്ലാറ്റ്ഫോമിൽ വന്ന് നിൽക്കുകയാണ്. അതിലോട്ട് നിങ്ങൾക്ക് ഒന്ന് നല്ല ടേക്ക് ഓഫ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരൊറ്റ മിനിറ്റ് ഡയാനേനെ ചാക്യാരായിട്ടൊന്ന് ബോധവൽക്കരിക്കൂ. വല്ലതും മനസ്സിലായോ? മനസ്സിലാവില്ല, എന്നെ അർത്ഥമല്ലേ വെറുതെ പറഞ്ഞതാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞില്ലെങ്കിൽ ഇയാൾ ചാക്യാരാണോ എന്നൊരു സംശയം ഉണ്ടാവേ. സംശയിക്കണ്ട, കേമായിട്ടുണ്ടോ ഇതൊക്കെ കാണുമ്പോ. അതായത് ബോധവൽക്കരിക്കാനേ, ട്യൂൺ ചെയ്യാനല്ല പറഞ്ഞത്. എന്നാൽ അത് അസലായി. നമുക്ക് ചാക്യാരുടെ സ്റ്റാൻഡപ്പ് പെർഫോമൻസിലേക്ക് കിടക്കാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. സെന്തിലേട്ടാ നമസ്കാരം. നമസ്കാരം ചേട്ടാ. പിന്നെ നമ്മുടെ പൊന്നാനിന്ന് വന്നിരിക്കുന്ന ചെമ്പ് ചുള്ളന്മാർക്കും ചെമ്പ് ചുള്ളത്തികൾക്കും ഒരു വലിയ നമസ്കാരം. എൻ്റെ പേര് പ്രദീപ്, സ്ഥലം ചാലക്കുടിക്ക് അടുത്തുള്ള പൂലാനിയാണ്. ഇപ്പൊ എപ്പോഴത്തെ പരിപാടിക്ക് ചെന്നാലും ചോദിക്കും എവിടെ വീട്? ചാലക്കുടി. മണിയുടെ വീടിൻ്റെ അടുത്താ? ഈ ചോദ്യം കേൾക്കാത്ത ഒരു ചാലക്കുടിക്കാരൻ പോലും ഉണ്ടാവില്ല. പക്ഷേ ഈ മഹാപ്രളയം വന്നു കഴിഞ്ഞപ്പോൾ ആ ചോദ്യത്തിന് ചില ആളുകളൊക്കെ മാറ്റം വരുത്തി തുടങ്ങി. എവിടെ വീട്? ചാലക്കുടി. വീട്ടിൽ വെള്ളം കയറിയോ? കാര്യമായിട്ട് കയറില്ല. ഒരു 5-6 ബോട്ട് വീടിൻ്റെ മുകളിൽ കൂടെ ഒക്കെ പോണതുണ്ട്. തകർന്നു പോയി വീടിൻ്റെ ഭാഗമൊക്കെ. എന്ന് വെച്ചാൽ മഹാപ്രളയത്തിൽ തകർന്നൊരു സ്ഥലമാണ് ചാലക്കുടി. അപ്പോൾ എന്തായാലും ചാലക്കുടി എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ട കലാഭവൻ മണിച്ചേട്ടൻ, ആ മണിച്ചേട്ടനെ ജീവിതത്തിൽ ഏറ്റെടുത്തുകൊണ്ട് ഞങ്ങളൊക്കെ പൊട്ടിക്കരയിപ്പിച്ച വലിയൊരു കലാകാരൻ സെന്തിലേട്ടൻ. ഓരോ ചാലക്കുടിക്കാരൻ്റെ ഹൃദയം നിറഞ്ഞ
നന്ദി അറിയിക്കുകയാണ്. ഒരുപാട് ഉയരങ്ങളിൽ എത്തിച്ചേരുന്ന ഹൃദയം തന്നെ പ്രാർത്ഥിക്കുന്നു. മണിച്ചേട്ടനെ കുറിച്ച് പറയുമ്പോൾ പൊന്നു വിളയുന്ന പാടത്തും നാട്ടിലും നാനായിടത്തും നീ പാറില്ലേ, പൊന്നു വിളയുന്ന പാടത്തും നാട്ടിലും നാനായിടത്തും നീ പാറില്ലേ, പള്ളിക്കൂടത്തിനകമ്പടിയില്ലാതെ പള്ളിക്കൂടത്തിനകമ്പടിയില്ലാതെ പുന്നാര പാട്ടു നീ പാടിയില്ലേ. എന്തായാലും മണിച്ചേട്ടൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ടാണ് എവിടെയും പ്രോഗ്രാം ചെയ്യാറുള്ളത്. ചിരിയാണ് എൻ്റെ വിഷയം. എങ്ങനെ ചിരിപ്പിക്കാം? ഇപ്പം ഞാനിങ്ങോട്ട് വന്നപ്പോൾ ആ പുറകിലിരിക്കുന്ന കുറച്ച് ചുള്ളന്മാർ ഒരു 4 പേര് കൂടിയിരുന്ന് ഗംഭീര വർത്തമാനമാണ്. അത് മുട്ടൻ കോമഡിയാണ്, എനിക്കറിയാം. അത് ഞാൻ കേട്ടു അത് സംഭവം. പക്ഷെ അത് ഫ്ലോറിൽ പറയാൻ പറ്റില്ല, കുറച്ചൊക്കെ സെൻസർ ചെയ്ത് പറയേണ്ടി വരും. അതുകൊണ്ടാണ്. എന്ന് വെച്ചാൽ 4 പേര് കൂടിക്കഴിഞ്ഞാൽ അല്ലേ, 4 പേര് കൂടിക്കഴിഞ്ഞാൽ ഗംഭീര കോമഡിയാണ്. ശരിയല്ലേ? അതായത് എങ്ങനെ ഒരാൾക്ക് ചിരി വരാം? ഇപ്പോൾ ഇരിക്കണ മേടം കസേരമേ അങ്ങോട്ട് വീണ് കഴിഞ്ഞാൽ അറിയാണ്ട് നമ്മൾ ചിരിച്ചു പോകും. ചില ആളുകളുടെ വീഴ്ച നമുക്ക് ചിരിയാണ് അല്ലേ. എൻ്റെ അമ്മ വീണിട്ട് ഞാൻ ചിരിച്ചു, കാര്യമായിട്ട് എൻ്റെ അമ്മ വീണിട്ട് ചിരിച്ചു. സാധാരണ അമ്മയ്ക്ക് വീണാൽ ചിരിക്കാൻ പാടില്ല. എന്ന് വെച്ചാൽ ഇത് ഉണ്ടായ സംഭവമാണ്. ഈ മൺകുടത്തിൽ വെള്ളം കൊണ്ട് പോകാണ്ട് അമ്മ. അപ്പോൾ ഞാൻ ഈ സൈഡിൽ ഇരിക്കേണ്ട അമ്മോട് പറഞ്ഞു, അമ്മ അവിടെ വഴുക്കി എടുക്കുകയാണ്, മഴ പെയ്തിട്ട് വീടാണ്ട് നോക്കണം. പിന്നെ ഞാൻ മറ്റേ ഇന്നസെൻ്റായിട്ട് പറഞ്ഞവർ ഇതല്ല ഇതിൻ്റെ അപ്പുറം അല്ലേ അമ്മ അല്ലേ. അമ്മ ഞാൻ കൊണ്ടുപോകാം, മൈൻഡ് ചെയ്തില്ല. കുറേ നേരം കഴിഞ്ഞപ്പോൾ പ്ലക്കോ ഒരു സൗണ്ടും കേട്ട് എന്ന് നോക്കിയപ്പോൾ ആ കെടുക്കണ അമ്മയുടെ കെടുപ്പ് കണ്ടിട്ട് ചിരി വന്നു പോയി. എന്ന് വെച്ചാൽ ഈ ഉണ്ണിയാർച്ചയൊക്കെ വാളും പരിചയം പിടിച്ചിട്ട് ഇങ്ങനെ കെടുക്കില്ലേ അമ്മേ. ആ ചിരിച്ചുകൊണ്ടിരിക്കണ എന്നെ നോക്കി എൻ്റെ അമ്മ പറഞ്ഞ കാര്യമുണ്ട്, എടാ കാല ചിരിക്കാണ്ട് ആശുപത്രി കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ ചില ആളുകളുടെ വീഴ്ച നമുക്ക് ചിരി വരും. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ ചിരി കണ്ടെത്താനായിട്ട് വേറെ എങ്ങും പോകണ്ട. 4 പേര് കൂടുമ്പോൾ അവിടെ ഒരു കോമഡി ഉണ്ടെങ്കിൽ ചിരിപ്പിക്കാനാണ് ഏറ്റവും പാട് അല്ലേ രമേശ് ചേട്ടാ? അത് പ്രത്യേകിച്ച് മലയാളികൾ അല്ലേ. അപ്പം എന്തായാലും നല്ലതിന് എന്ന് കൈ നീട്ടി സ്വീകരിക്കുന്ന നിങ്ങളുടെ മുന്നിലേക്ക് കുറച്ച് കാര്യങ്ങൾ, എൻ്റെ നാട്ടിൽ എന്നെ ചിരിപ്പിച്ച കുറേ ആളുകളുടെ കാര്യമാണ് ഞാൻ പറയാൻ പോണേ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചേട്ടൻ ഗോപാലൻ ചേട്ടനാണ്. അത് ലോപിച്ച് ബാലൻ ചേട്ടനായി കേട്ടോ. ഈ ഗോപാലൻ ചേട്ടനെ ഞാൻ കാണുമ്പോൾ എപ്പോൾ കണ്ടാലും ആൾ ഇങ്ങനെയാണ്. പിടുത്തം കിട്ടിയോ? ചായക്കടയാ. എപ്പോൾ കണ്ടാലും ഇങ്ങനെ തന്നെ ചായക്കടയാണ്. ഈ ചായക്കടയ്ക്ക് ഒരു പ്രത്യേകത, ചായക്കടയുടെ പേര് തന്നെ സച്ചിൻ ചായക്കട എന്നാണ്. സച്ചിൻ ചായക്കട എന്ന് വെച്ചാൽ സച്ചിൻ ടെണ്ടുൽക്കർ കൈയടിച്ചു. ഞാൻ വെയിറ്റ് ചെയ്യാം കൈയടിച്ചോളൂ. സച്ചിൻ ടെണ്ടുൽക്കർ എന്ന് പറയുന്ന വലിയ കലാകാരനെ നെഞ്ചോട് ഏറ്റെടുത്ത, അതുപോലെ ഒരുപാട് ക്രിക്കറ്റ് കളിക്കാരൻ നെഞ്ചോട് ഏറ്റെടുത്ത ഈ ഗോപാലൻ ചേട്ടൻ ഈ കടയിൽ ഒരുപാട് ഫോട്ടോ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഈ ചായക്കടയിൽ ക്രിക്കറ്റ് കളിക്കാരൻ മാത്രമേ ഉള്ളൂ കേട്ടോ. അതിൻ്റെ ഇടയിൽ മാത്രം വേറൊരു ഫോട്ടോ. അപ്പം ഞാൻ ചോദിച്ചു, ഇത് ഏത് ബാലൻ ചേട്ടൻ ഈ ഫോട്ടോ ഈ കളിക്കാരനെ കണ്ടല്ലോ? അതൊരു സിനിമാ നടൻ്റെ പേരാണ്, അത് സിനിമാ നടനെ വെച്ചേക്കണേ. അപ്പം ഏത് സിനിമാ നടൻ? ഇത് തെലുങ്ക് സിനിമയിലെ ജലജീവി, നീ അറിയില്ലേ? ചിരഞ്ജീവി. ഇതാണ് നമ്മുടെ ബാലൻ ചേട്ടൻ. എല്ലാം അറിയാം, പറയുന്നതൊക്കെ മണ്ടത്തരം. എന്താ ബാലൻ ചേട്ടൻ? കട തുറക്കാൻ നേരം വൈകിയേ, അക്ഷരങ്ങൾ മാറ്റി പറയുന്ന ഒരാളും കൂടിയാണ്. എന്താ കട തുറക്കാൻ നേരം വൈകിയേ? ആ പശാശിയായിട്ട പിശു കറക്കാൻ സമ്മതിച്ചില്ല എന്ന്. പിഷു അല്ല, ആ പശാശിയായിട്ട പിശു കറക്കാൻ സമ്മതിച്ചില്ല എന്ന് മനസ്സിലായി. അക്ഷരങ്ങളായി തങ്ങൾ വീട് മാറ്റി പറയുന്ന ബാലൻ ചേട്ടൻ. ഇതുപോലെയുള്ള ഈ ബാലൻ ചേട്ടൻ ഒരു ദിവസം ബാലൻ ചേട്ടനെ പോലീസ് പിടിച്ചു. എല്ലാ പോലീസുകാരും ഈ കടയിൽ ഒന്ന് ചായ കുടിച്ചു. ഈ പോലീസുകാരായിട്ട് ഭയങ്കര കമ്പനിയാണ് ആളെ. അപ്പോൾ ഈ പോലീസുകാരായിട്ട് കമ്പനി ആയപ്പോൾ ആള് അതിൻ്റെ കഷ്ടത്തിലൊക്കെ ഇഷ്ടിയൊക്കെ വെച്ചിട്ട് പോലീസായിട്ട് ഭയങ്കര ടൈപ്പാണ് എന്നൊക്കെയുള്ള രീതിയിലാണ് നടക്കുന്നത്. പലരും വന്ന് ബാലൻ ചേട്ടാ സ്റ്റേഷനിൽ ഒരു കേസ് ഉണ്ടെന്ന് പറയുമോ പോലീസുകാരോട്? അതിനെന്താ ഞാൻ ശരിയാക്കി തരാം. ഇതാണ് അവസാനം ചീട്ട് കളിക്കാൻ പോയ ബാലൻ ചേട്ടനെ ഈ പോലീസ് തന്നെ പിടിച്ചു. ഈ പോലീസ് തന്നെ പിടിച്ചു കഴിഞ്ഞിട്ട് പോലീസ് AP കയറ്റി കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവന്നിട്ട് ബാലൻ ചേട്ടനോട് ഞങ്ങൾ ചോദിച്ചു, ബാലൻ ചേട്ടാ പോലീസ് കൊണ്ടുപോയിട്ട് എങ്ങനെയൊക്കെ കൂട്ടുകാരന്മാരല്ലേ വല്ലതും ചെയ്തോ? എന്നെ തൊട്ടില്ല, ആ പോലീസുകാർ എന്നെ തൊട്ട്. ഇത്രയും കമ്പനിയായി പോലീസുകാര്. അപ്പൊ ചേട്ടനെ പിടിച്ചപ്പോ ഒരു ഇടി ഇടിച്ചല്ലോ. ആ ഒറ്റയിടിയാണ് എന്നെ ഇടിച്ചുള്ളൂ അല്ലേ. അപ്പൊ ചേട്ടൻ ആ ജീപ്പിന്റെ അവിടെ കൊണ്ടുവന്നപ്പോ ഒരു ഇടി കൂടി ഇടിച്ചല്ലോ. അങ്ങനെ രണ്ടിടി ഇടിച്ചുള്ളൂ. എവിടെ നീരാൻ സമയം കിട്ടില്ല മനുഷ്യന്, പൂരിടിയായിരുന്നു. അപ്പൊ ഇങ്ങനെയുള്ള ഈ ബാലൻ ചേട്ടൻ കടം കൊടുത്ത് ക്രിക്കറ്റിനെ സ്നേഹിച്ച് ക്രിക്കറ്റ് ആ കടയിലത്തെ ഒരു പ്രത്യേകത കൂടി ഉണ്ട് കേട്ടാ. കടയിൽ വിൽക്കാൻ വെച്ചേക്കണ സാധനങ്ങൾ എല്ലാം ക്രിക്കറ്റുമായി ബന്ധപ്പെട്ടതാ. കോർക്ക് ബോൾ പോലെ ഇരിക്കണ ഉണ്ടംപൊരി, അത് തിന്നണമെങ്കിൽ ഇത്തിരി പാടാ. ടെന്നീസ് ബോൾ പോലെ ഇരിക്കണ സുഖിയൻ. ഇനി സ്റ്റമ്പ് പോലെ ഇരിക്കണ കൊള്ളപ്പം. ഇനി ആ കൊള്ളത്തമ്മ ഒരു ബെയിൽസ് എന്ന് പറഞ്ഞ സാധനമില്ലേ, അതിന് പകരം നമ്മുടെ ധർമ്മേട്ടൻ പറഞ്ഞ മാതിരിയുള്ള രതീഷ് ഒരു കൈയ്യടി കൊടുത്ത. എന്തായാലും അപ്പൊ ഇത്തരം ക്രിക്കറ്റിനെ സ്നേഹിക്കുന്ന ആള് കടം കൊടുത്ത് ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു ബാലൻ ചേട്ടൻ. ഇത് കാര്യമായിട്ടുണ്ടായി ഉള്ള സംഭവമാണ്. എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചൊരു കാര്യം കൂടിയാണ്. ഈ ആത്മഹത്യ ചെയ്യാൻ പോയ ഈ ഗോപാലൻ ചേട്ടൻ വീട് വിട്ടിറങ്ങിപ്പോയി. മോളുടെ വീട്ടിൽ പോകണ 2 ദിവസം കഴിഞ്ഞിട്ട് വരുള്ളൂ എന്ന് പറഞ്ഞു. 2 ദിവസം കഴിഞ്ഞു, 4 ദിവസം കഴിഞ്ഞു, ഗോപാലൻ ചേട്ടനെ കാണാനില്ല. പത്രത്തിൽ പരസ്യം കൊടുത്തു, ഇന്റെ ആളെ കാണാനില്ല, ഗോപാലൻ ചേട്ടനെ കാണാനില്ല. ആക്കെ പരിവേശം. മക്കളൊക്കെ വീട്ടിലേക്ക് വന്നു, ഗോപാലൻ ചേട്ടനെ കാണാനില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, പേടിക്കേണ്ട ചേച്ചി, നമുക്കിവിടെ ജോത്സ്യനുണ്ട്. ആളെ എപ്പോഴെങ്കിലും കണ്ടുപിടിക്കുന്ന ജോത്സ്യനാണ്.
ദോഷം എന്നാണ് ആളുടെ പേര്. ആ ദോഷം ജോത്സ്യരെ കൊണ്ടുവന്നു. ആള് അപ്പം എല്ലാവരും ഒരു ശ്മശാന മുഖതയിൽ ഇരിക്കുകയാണ്. ജോത്സ്യൻ എന്താ പറയണേന്ന് നോക്കണ്ടേ. ജോത്സ്യൻ വേഗം ഒരു വെറ്റിലെടുത്തു, കുറച്ച് മഷിയൊക്കെ തേച്ചു, ഭയങ്കര സൈലന്റ് ആട്ടോ, ഇങ്ങനെ നോക്കിയിരുന്നിട്ട് പറയാ, ഈ ബാലൻ എന്ന് പറഞ്ഞ ആള് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കില്ല. ഇത് കേട്ട വശം ഒരാളവിടെ വെട്ടി വീണു. ആരാന്നറിയോ? ബാലൻ്റെ ഭാര്യ ബോധം കിട്ടു വീണു. ഇപ്പുറത്ത് മക്കൾ നിന്ന് അയ്യോ ഞങ്ങളുടെ അച്ഛൻ പോയേ എന്ന് പറഞ്ഞ് കൂട്ടാൻ നോലോളി ഇല്ലേ. അങ്ങനെ നോലോളിയും ബഹളമായിട്ട് നിൽക്കുന്ന സമയത്താണ് കോളിമ്പൽ അടിക്കണേ. കോളിമ്പൽ അടിച്ചു കഴിഞ്ഞപ്പോൾ സന്തോഷ് ട്രോഫി പിടിച്ചിരിക്കണ മാതിരി നമ്മുടെ ഈ ഭൂമിയിൽ ഇല്ല എന്ന് പറഞ്ഞ സാക്ഷാൽ ബാലൻചേട്ടൻ കൈപ്പാട്ടയ്ക്ക് പിടിക്കണ മാതിരി ഇങ്ങനെ വന്ന് ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ അകത്തുനിന്നൊരു ശബ്ദം കേൾക്കുന്നുണ്ട്, ഒറ്റപ്പെട്ട ഒരു അടിയും കേട്ടു. ആരടിച്ചെന്നറിയോ? ആദ്യത്തടി ആ ബോധം കെട്ടു വീണ ബാലൻചേട്ടൻ്റെ ഭാര്യ ജോൺസൺ അന്നത്തോടി ജോൺസൺ നിർത്തിനാ പറഞ്ഞത്. അപ്പോൾ ഈ ഭാര്യ പറയാണ് എന്ത്, ഞങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ് ബാലൻചേട്ടൻ തിരിച്ചു വന്നതെന്ന്. അപ്പൊ മക്കൾ പറഞ്ഞു അല്ല, ഞങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ് ഞങ്ങളുടെ അച്ഛൻ തിരിച്ചു വന്നതെന്ന്. കുറെ നാൾ കഴിഞ്ഞപ്പോൾ ഞാനിത് ബാലൻചേട്ടനോട് ചോദിച്ചു, ബാലൻചേട്ടാ ഈ മരിക്കാൻ പോയ ആളെന്തിനാ തിരിച്ചു വന്നേ? അപ്പൊ അദ്ദേഹം പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞു, അമ്മ പറഞ്ഞിട്ടാണ് വന്നേക്കണെന്ന്, ഈ ഭാര്യ പറഞ്ഞിട്ടാണ്, ഭാര്യയോടുള്ള സ്നേഹം കൊണ്ടാണ് നിങ്ങൾ വന്നേക്കണെന്ന് പറഞ്ഞു. മക്കൾ പറഞ്ഞു മക്കളോടുള്ള സ്നേഹം കൊണ്ടാണ് നിങ്ങൾ വന്നേക്കണെന്ന് പറയണു. അപ്പൊ ബാലൻചേട്ടാ ഇത് ഇങ്ങനെ എന്താ യഥാർത്ഥ സംഭവം എന്ന് വെച്ചാൽ പറയാ, അതൊന്നും കേട്ടിട്ടൊന്നും വന്നല്ല ഞാൻ, അവരോടുള്ള സ്നേഹം കൊണ്ട് വന്നതല്ല. പിന്നെ എന്തിട്ടാ പറഞ്ഞേട്ടാ പറയേ? അന്നാണ് ഇന്ത്യയുടെ 2020 ആരംഭിക്കണേ, അത് കാണാൻ വേണ്ടി വന്നതാണ് തിരിച്ച് ചാവാൻ പോയ ആള്. അപ്പോൾ ബാലൻചേട്ടൻ്റെ രസകരമായ സംഭവങ്ങൾ ഇനി വരാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടേക്ക് വരും. താങ്ക് യു. നല്ല രസികൻ പെർഫോമൻസ് ആയിരുന്നു ചേട്ടാ, അടിപൊളി. ചെന്തിലേട്ടാ? ചേട്ടാ അടിപൊളി, ഭയങ്കര പോസിറ്റീവ് ആയിരുന്നു. ഇങ്ങനെ മാലപ്പടക്കത്തിന് തിരികെ നമ്മൾ കത്തിച്ചു വിടുന്ന പോലെ ആയി അങ്ങ് കയറിപ്പോയി. ഈ ശരിക്ക് ഗോപാലൻ ചേട്ടൻ അങ്ങനെ ഒരാളുണ്ടോ? ഉണ്ട്, തീർച്ചയായിട്ടും. ഇനിയിപ്പോൾ നാട്ടിൽ പോകാൻ പറ്റില്ല, ഉള്ള കാര്യമാണ്. ശരിക്കും ഇത് സംഭവിച്ച കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഗോപാലൻ ചേട്ടൻ നാട് വിട്ട് പോകാനായിട്ട് പുറത്തേക്ക് വരുമ്പോൾ ഞാനൊന്ന് ഓട്ടോറിക്ഷ ഓടിക്കുകയാണ് പുലാനി എന്ന് പറയുന്ന സ്ഥലത്ത്. അപ്പോൾ ഞങ്ങളുടെ പെട്രോൾ തീർന്നു കഴിഞ്ഞാൽ ചാലക്കുടി ബസ്സിൽ കയറി പോയി പേടിച്ചിട്ട് വരണം. ഞാൻ പെട്രോൾ ഓടിക്കാൻ നിൽക്കുകയാണ് ക്യാനും കൊണ്ട്. എൻ്റെ അടുത്ത് ബൈക്ക് കൊണ്ട് നിർത്തിയിട്ട് പറഞ്ഞു, നീ ഓടിക്കാൻ ചോദിച്ചു, പെട്രോൾ ഓടിക്കാൻ കയറിക്കോളാൻ പറഞ്ഞു ബൈക്കുമേ. ഞാൻ ബൈക്കുമേ കയറി ചാലക്കുടി എത്തുന്നതിന് മുന്നേ ആള് പറയാണ് അവിടുന്ന് കുറിയുടെ കാശ് കിട്ടാണ്ട് അത് മേടിക്കുക. അപ്പൊ ഞാൻ നോക്കിയപ്പോൾ ബൈക്കല്ലേ, അന്ന് ആ പ്രായമാണ്, ബൈക്ക് കിട്ടിയാ പോവാലോ. പറഞ്ഞാൽ അതിനെന്താ എന്ന് പറഞ്ഞു. ആള് കുറിക്കാശ് മേടിച്ചിട്ട് എന്നോട് പറയുന്നു ബൈക്ക് വീട്ടിൽ കൊണ്ടുപോയി കൊടുക്ക്, ഞാൻ മോളുടെ വീട്ടിൽ പോയി ചേച്ചിയുടെ അടുത്ത് പറഞ്ഞാൽ മതി, 2 ദിവസം കഴിഞ്ഞിട്ട് വരുന്നു. നമുക്ക് അറിയില്ലോ, നമ്മൾ പെട്രോൾ മേടിച്ചു കൊണ്ടുവച്ചു, ചേച്ചിയെ ബാലേട്ടൻ പോയിട്ടാ മോളുടെ വീട്ടിൽ 2 ദിവസം കഴിഞ്ഞിട്ട് വരുള്ളൂ എന്ന് പറഞ്ഞു. ഞാനത് മറന്നു. 7ാമത്തെ ദിവസം പോലീസ് വീട്ടിലേക്ക് വന്നു. ഏറ്റവും ഇതുണ്ടായ സംഭവം ഇത് ഞാൻ ഐറ്റത്തിൽ പറഞ്ഞുള്ളൂ. എന്നെ പോലീസ് കൊണ്ടുപോയിട്ട് ചോദിച്ചു, ഏറ്റവും ലാസ്റ്റ് കണ്ട ആള് ഞാനാണ് ബാലൻചേട്ടനെ. ചത്തോ ചോദിച്ചോന്നും അറിയില്ല. എന്നോട് ഒരു പോലീസുകാരൻ ചോദിക്കണേ എവിടെ കുറിക്കാശി വിടറാ, നീ എവിടെ കൊന്നിട്ട്? അപ്പൊ ഞാൻ ചിരിക്കും, എനിക്ക് ഗൗരവം മനസ്സിലാവണില്ല. അപ്പൊ തിരിച്ചു വന്നിട്ട് ഞാൻ ചെന്ന് കണ്ടു, ഞാനാണോ കുടുങ്ങിയെന്ന് പറയുമ്പോൾ ആള് ചിരിച്ചും കഴിഞ്ഞ് കളഞ്ഞു. അത് കഴിഞ്ഞിട്ട് കുറേ നാൾ കഴിഞ്ഞിട്ട് വീണ്ടും പെട്രോൾ അടിക്കാൻ നിന്നപ്പോൾ ആള് ബൈക്ക് കൊണ്ടുവരാ, പോരണ്ടോന്ന്, ഇനി പോരണ്ടോന്ന് പെട്രോൾ അടിക്കാൻ. ഒരു പ്രാവശ്യം പോയതിന്റെ അനുഭവിച്ചു മതി. അപ്പൊ ഇതാണ് ഞങ്ങൾ പറഞ്ഞത്, ഇത് ഉണ്ടായ കഥയാണ്. അല്ല, എല്ലാ നാടുകളിലും ഇതുപോലെ ഒരു വ്യത്യസ്തതയുള്ള ഒരാളുണ്ടാവും. എൻ്റെ നാട്ടിലൊരു കുമാർ എന്ന് പറയുന്ന ഒരു ചേട്ടനുണ്ട്, ഭയങ്കര പ്രത്യേകതകളുള്ളൊരു മനുഷ്യനാണ്. അദ്ദേഹത്തിന് 2002 എൻ്റെ വീട്ടിലൊരു ഗേറ്റ് വെക്കാൻ വേണ്ടിയിട്ട്, ഇരുമ്പിൻ്റെ ഗേറ്റ് ചെയ്തുകൊണ്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വെക്കാനായിട്ട് കുറച്ച് മണൽ വേണം സിമെൻറ്റിൻ്റെ കൂടെ മിക്സ് ചെയ്യാൻ വേണ്ടി. അപ്പം മണൽ ഒരു 2-3 കുട്ട മതി. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വീടുകളിൽ മണൽ എത്തിച്ചു കൊടുക്കുക, സിമെൻറ്റ് എത്തിച്ചു കൊടുക്കുക, അങ്ങനത്തെ ചെറിയ കൈ സഹായങ്ങൾ ചെയ്യുന്ന ആളാണ്. അപ്പോൾ അച്ഛൻ പുള്ളിയോട് പറഞ്ഞു 2002 കുമാറെ ഒരു 2 കുട്ട മണൽ വേണം ഈ ഗേറ്റ് ഒന്ന് വെക്കാനായിട്ട്. അതെന്താണ്, ഞാൻ കൊണ്ടുവരാമല്ലോ, ഓക്കെ എന്ന് പറഞ്ഞ് പുള്ളി പോയി കഴിഞ്ഞിട്ട് അന്ന് വൈകുന്നേരം നോക്കുന്നു, പുള്ളി കൊണ്ടുവരുന്നില്ല. അടുത്ത ദിവസം നോക്കുന്നു, കൊണ്ടുവരുന്നില്ല. അതിൻ്റെ അടുത്ത ദിവസം അച്ഛൻ പുള്ളിയെ വിളിച്ചു, പുള്ളി മൈൻഡ് ചെയ്യാതെ പോകുന്നു. 2004 സെപ്റ്റംബറിലൊക്കെ പുള്ളി ഒരു 3 കുട്ട മണൽ കൊണ്ട് വീട്ടിൻ്റെ നടയിൽ കൊണ്ടിട്ടിട്ട് അമ്മയെ വിളിച്ചിട്ട്, ചേച്ചി മണൽ കൊണ്ടിട്ടിട്ടുണ്ട് ഗേറ്റ് വെക്കാൻ വേണ്ടി. അങ്ങനത്തെ പ്രത്യേകതയുള്ള ഒരു ആള് ഞങ്ങളുടെ തീർച്ചയായിട്ടും. ഓക്കെ ചേട്ടാ, അപ്പൊ നല്ല പെർഫോമൻസ് ആയിരുന്നു, നല്ല അടിപൊളി, പ്രതീക്ഷിച്ച പോലെ തന്നെ ഒരു വിരുന്ന് തന്നു. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. വീണ്ടും കാണാം, വീണ്ടും സ്വാഗതം. Once Upon a Time version 2.0. 6 രൂപ എന്ന് പറഞ്ഞാൽ അത് എനിക്കാണ് 6. എന്തുട്ടാ 6 നീ പറയണത്? എനിക്ക് 6ആണ്. എന്റെ സുഹൃത്ത് ഞാൻ ചോദിക്കട്ടെ, വേവോളം നിൽക്കാന്നുണ്ടെങ്കിൽ 6ഓളം നിന്നൂടെ? നീ ഇത് കൊറേ കാലമല്ലേ ഈ വേവിക്കാൻ തുടങ്ങിയിട്ട് ആ അടുപ്പത്തുനിന്ന് അരി ഇറക്കി വെക്കും. നീ ഒരു കാര്യം മനസ്സിലാക്കുക, 6 എനിക്കാണ് കിട്ടാനുള്ളത്. 6 എനിക്കാ കിട്ടാനുള്ളത്. 6 എനിക്കാ കിട്ടാനുള്ളത്. നമ്മൾ കൃത്യസ്ഥലത്ത് എത്തിയില്ല, പിന്നെ എന്തുട്ട് അങ്ങനെ പറഞ്ഞാലും ശരിയാവില്ല. 6 എനിക്ക് കിട്ടാനുള്ളത്. അറിയാം, എനിക്ക് 6 കിട്ടാനുള്ളത്. നീ അങ്ങനെ പറഞ്ഞ വായ തോന്നിയൊന്നല്ല പറയണത്. 6 രൂപ എനിക്കാ കിട്ടേണ്ടത്. 6 രൂപ എനിക്കാണ് കിട്ടാനുള്ളത്. എനിക്കാണ് 6 രൂപ കിട്ടുന്നത്, നിനക്ക് 4 രൂപ ഉള്ളൂ. എന്റെ അച്ഛനാ, എന്റെ കൺകണ്ട ദൈവമാണ് എന്റെ അച്ഛൻ. എന്റെ അച്ഛനാണ് സത്യം, എനിക്കാണ് 6 രൂപ കിട്ടാനുള്ളത്. ഹലോ സുഹൃത്തെ, ഒരാൾ അങ്ങനെ അച്ഛനെ പിടിച്ചൊക്കെ സത്യം ഇടുന്നുണ്ടെങ്കിൽ അയാൾക്കായിരിക്കും 6 രൂപ കിട്ടാനുള്ളത്. അങ്ങനെയാണെങ്കിൽ എന്റെ 2 മക്കളാണ് സത്യം, എനിക്കാണ് 6 രൂപ കിട്ടാനുള്ളത്. ഹലോ, ഒരാൾ
അങ്ങനെ മക്കളെ പിടിച്ചൊക്കെ സത്യം ചെയ്യുന്നുണ്ടെങ്കിൽ 6 രൂപ അയാൾക്കായിരിക്കും കിട്ടാനുള്ളത്. എന്റെ പിഷാരടി, നിങ്ങൾക്ക് എന്റെ സത്യം എന്താണെന്നറിയാമോ? എന്റെ അച്ഛനാണ് മക്കളാണ് എനിക്കറിയാൻ പാടില്ല. എന്നാ പിന്നെ മിണ്ടാ നിൽക്കരുത്. നിങ്ങൾക്ക് പിഷാരടിയോടല്ല സംസാരിക്കാനുള്ളത്. പിന്നെ ആരടാ? അയ്യോ, എനിക്ക് ഈ കാര്യത്തിൽ യാതൊരു കണക്ഷനും ഇല്ല കേട്ടോ. നിങ്ങൾക്ക് കണക്ഷൻ എന്ന് ആരാ പറഞ്ഞേ? ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ആ ഇതെന്തിനാ പറഞ്ഞത്? നിങ്ങൾക്ക് കണക്ഷൻ ഇല്ലെന്നേ. ആ കൊച്ചിന് വെക്കിട്ട് ഇറങ്ങുന്നത് കണക്ഷൻ ഇല്ല, കണക്ഷൻ വല്ല കണക്ഷൻ എന്ന് പറഞ്ഞോ? ഇവിടെ കണക്ഷൻ ഉള്ള ഒരാളുണ്ട് ഇവിടെ. ഈ ആരാ? കാര്യത്തിന് ബന്ധമുള്ള ഒരാൾ ഇവിടെ ഉണ്ട്. ആരാ അത്? എന്തില്? ഞാനോ? എന്തിന് ഞാൻ നിങ്ങളുടെ വിഷയത്തിൽ ഞാൻ എന്താ കണക്ഷൻ? എന്തിലേ സിനിമാ താരൊക്കെ ആയി കഴിഞ്ഞപ്പോ നമ്മളെ പറഞ്ഞല്ലേ? എന്താ എനിക്ക് മനസ്സിലായില്ല, പ്രശ്നം എന്താ? നമ്മളെ ഓർമ്മയുണ്ടാ? അവന് ഓർമ്മയാണല്ലേ? എല്ലാം ഓർമ്മയില്ലേ? എനിക്ക് കറക്റ്റായിട്ട് പിടികിട്ടിയില്ല. 6 കൊല്ലം മുമ്പ് തിരുവനന്തപുരത്ത് ഞങ്ങൾ ഒരുമിച്ച് ഒരു പണിക്ക് വന്നായിരുന്നു. ആഹാ. അന്ന് സെന്തില് കണ്ടക്ടറായ ബസ്സിലാണ് ഞങ്ങൾ യാത്ര ചെയ്തത്. മനസ്സിലായോ? അല്ല അങ്ങനെയൊക്കെ പറഞ്ഞ ചേട്ടാ, എന്റെ ബസ്സിൽ ഒരുപാട് പേര് ഇങ്ങനെ കയറി പോകുന്നല്ലേ, അപ്പൊ നമുക്ക് പെട്ടെന്ന് ശരി ശരി, ഞാൻ ഓർമ്മ ശരിയാണ്. പക്ഷെ 10 രൂപ ആക്കി ഞങ്ങൾക്ക് 2 പേർ കൂടി 10 രൂപ ബാക്കി തരണ്ടായി. അത് ഓർമ്മയുണ്ടോ? 10 രൂപ ചിലപ്പോ ഞാൻ കൊടുക്കാറുണ്ടാവും. അങ്ങനെ അല്ല, തന്നില്ല എന്നല്ല പറയണേ. അല്ല ഞാൻ അങ്ങനെ കൊടുക്കാറുണ്ട് ചിലപ്പോ. അതെ, അതില് 10 രൂപ സെന്തില് തന്നിട്ട് പറഞ്ഞു 6 രൂപ എനിക്കും. പറഞ്ഞു കേട്ടോ, നീ കേരളം സംസാരിക്കില്ലേ? 6 രൂപ എനിക്കും 4 രൂപ ഇവനൊന്നും പറഞ്ഞ് തന്നത് ഓർമ്മയുണ്ടോ? അങ്ങനെ ഞാൻ ചിലപ്പോ തന്നതാണ്. ചിലപ്പോ അങ്ങനെയല്ല തന്നത്. 6 രൂപ എനിക്കും 4 രൂപ ഇവനിക്കും എന്നും പറഞ്ഞാ തന്നത്. ഏയ് ഒരിക്കലും അങ്ങനെ പിഷാരടി. ഇതാണോ പറഞ്ഞോണ്ട് വന്നത്? അതെ, അതെ. സുഹൃത്ത്, ഇത് 6 വർഷം മുമ്പ് നടന്ന കാര്യമല്ലേ? നിങ്ങൾ ഇപ്പോഴും പിരിഞ്ഞില്ലേ? ഈ 6ഉം 4ഉം പറഞ്ഞ് ഇപ്പോഴും നടക്കണോ എല്ലാരും കൂടി ഇവിടെ തന്നെ? ഞങ്ങൾ പിരിഞ്ഞില്ല എന്ന് മാത്രല്ല, ഞങ്ങൾ ഒന്നിക്കുകയും ചെയ്തു ഈ കേസില്. എങ്ങനെ? അതായത് ഈ 10 രൂപ സെന്തില് ഞങ്ങൾക്ക് തന്നില്ലേ? അപ്പൊ ഇവൻ 6 രൂപ അന്വേഷിച്ച് എന്റെ വീട്ടിൽ വരും. എന്റെ വീട്ടിൽ ഇവൻ 6 രൂപ അന്വേഷിച്ച് വന്ന സമയത്ത് എന്റെ വീട്ടിൽ എനിക്ക് ഫുൾ ടൈം വെറുതെ ഇരിക്കാൻ പറ്റും, പണിക്കോണ്ടേ. എന്റെ പെങ്ങൾ മാത്രം ഉണ്ടാവുള്ളൂ. ഇവൻ എന്റെ പെങ്ങളോട് പറഞ്ഞിട്ട് പോകും, ഞാൻ വന്നിണ്ടായി 6 രൂപ വീട്ടിലെത്തിക്കാൻ പറയും. ഞാൻ വൈകുന്നേരം വരുമ്പോ എന്റെ പെങ്ങളി കാര്യം പറയുമ്പോ ഞാൻ 6 രൂപ എത്തിക്കേണ്ട കാര്യമുണ്ടോ? മതി. അപ്പൊ ഞാൻ ഈ 4 രൂപ കൊണ്ട് ഇവന്റെ വീട്, അഭിമാനിയാണല്ലോ, ഈ 4 രൂപ കൊണ്ട് ഞാൻ ഇവന്റെ വീട്ടിൽ ചെല്ലുമ്പോ അങ്ങനെ 4 രൂപ മേടിക്കാൻ വേണ്ടി ഞാൻ വീട്ടിൽ നിൽക്കില്ല, ഞാൻ പോവും. ഇവൻ പോവും, ഇവൻ അവിടെ ഉണ്ടാവില്ല. അപ്പൊ ഞാൻ ഇവന്റെ പെങ്ങളോട് സംസാരിക്കും. അങ്ങനെ എന്ത് ചെയ്ത് ഇവൻ എന്റെ വീട്ടിൽ വന്ന് എന്റെ പെങ്ങളായിട്ട് സംസാരിക്കും, ഞാൻ ഇവന്റെ വീട്ടിൽ വന്ന് ഇവന്റെ പെങ്ങളായിട്ട് സംസാരിച്ച് അവസാനം ഞാൻ ഇവന്റെ പെങ്ങളെ കെട്ടി, ഞാൻ ഇവന്റെ പെങ്ങളെയും കിട്ടി. അതാണ് ഇപ്പൊ സംഭവം. ഈ കല്യാണം നടത്തിയത് ശരിക്കും പറഞ്ഞ സെന്തില. ഞാനാണ് കല്യാണം നടത്തിയെന്നാണ് പറയുന്നത്. അതെ, ഇനിയിപ്പോ അതിന്റെ ബ്രോക്കറാച്ച് കൂടിയാണ് ചോദിച്ചു വന്നോ. 6 രൂപയുടെ കാര്യം തന്നെ ഇവിടെ തല്ലുമ്പോളായിട്ട് നടക്കുന്നത്. അപ്പൊ ഇതെന്താ വിഷയം എന്ന് ചോദിച്ചാല് ഇവന്റെ പെങ്ങൾ, അതായത് എന്റെ ഭാര്യയും എന്റെ അമ്മയും തമ്മിൽ ചേരൂല. ഓ, ഇവൻ പറയണ കേട്ടാ തോന്നും ഇവന്റെ പെങ്ങളും എന്റെ അമ്മയും തമ്മിൽ ഭയങ്കര അടുപ്പത്തിലാന്ന്. അതെന്തെങ്കിലും നമ്മൾക്ക് നമ്മുടെ നാട്ടിലേക്ക് കിടക്കാം. ഞാൻ പറഞ്ഞു വന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു രണ്ടാമത്തേന് ഇവന്റെ പെങ്ങൾ, അതായത് എന്റെ ഭാര്യ എന്റെ അമ്മോട് പറയും, നിങ്ങളുടെ മോൻ അത്ര വലിയ തറവാടിയൊന്നുമല്ല, ഞെളിഞ്ഞു നടക്കേണ്ട കാര്യമൊന്നുമില്ല, എന്റെ ആങ്ങളേക്ക് 6 രൂപ കൊടുക്കാനല്ലേ 6 രൂപ കൊടുക്കാനല്ലേ എന്ന് പറഞ്ഞ് 4 കൊല്ലമായി പിന്നെ നടക്കുന്നത്. ഇത് തന്നെയാണ് എന്റെ വീട്ടിലെ കുഴപ്പം. ഇവന്റെ പെങ്ങള്, അതായത് എന്റെ ഭാര്യ, എന്തെങ്കിലും കുഴപ്പമുണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ എന്നോട് ചോദിക്കും, ഒരു 6 രൂപ ചോദിച്ച് മേടിക്കാൻ കഴിയാത്ത പോങ്ങനാണോടോ താനെന്ന് എന്റെ മുഖത്ത് നോക്കി ചോദിക്കും. അറിയാമോ? അതെന്റെ പെങ്ങള് ചോദിക്കും, കാരണം അവളെന്റെ പെങ്ങളാണല്ലോ, അവള് തറവാടിയാ. അതിലൊന്നും വലിയ ഇതെന്താ വിഷയം എന്ന് വെച്ചാ ചെന്തിലൊന്ന് വരണം. ചെന്തില് വരണം, വന്നേ തീരൂ. ഞാനിപ്പം നിങ്ങളിത് ഇത്രയും പ്രശ്നമാകുമെന്ന് ഞാൻ അറിഞ്ഞില്ല. ഇനിയിപ്പോ ഒരു കാര്യം ചെയ്യാം, ഞാൻ ഈ ഇത് പ്രോഗ്രാം ഒന്ന് കഴിയട്ടെ, നിങ്ങൾ എനിക്ക് ഒന്ന് സ്ഥലം ഒന്ന് വാട്സപ്പ് ചെയ്തിരുന്നാൽ മതി, ഞാൻ ലൊക്കേഷൻ നോക്കി വന്നോളാം. എന്നിട്ട് വന്നിട്ട് ഈ ആരാ 6 കൊടുത്ത് 4 കൊടുത്തെന്ന് സെന്തിലിന് ഓർമ്മയുണ്ടോ? ഞാൻ നോക്കട്ടെ, അത് ആലോചിച്ച് ഒന്ന് ഓർത്തെടുത്ത് പറയാം. എന്തായാലും ഞാൻ പറഞ്ഞു സെന്തിലൊന്ന് വരണം. അങ്ങനെയാണെങ്കിൽ ചേട്ടാ ഞാനേ വീട്ടിൽ വരാം, ഞാൻ വരാം. വീട്ടിലെന്താ പോരാ, ഡൽഹിയിൽ വരണം. ഓ, ഡൽഹിയിലാണോ പെങ്ങള് താമസിക്കുന്നത്? ഡൽഹിയിലാണല്ലോ സുപ്രീം കോടതി. ഈ കേസ് ഇപ്പൊ സുപ്രീം കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുക. എന്റെ ദൈവം, ഈ 4 രൂപയുടെ 6 രൂപയുടെ കേസ് സുപ്രീം കോടതിയിലാ? സുപ്രീം കോടതിയിലെ 6 അംഗ ബെഞ്ചിന്റെ മുമ്പിൽ വന്ന് സെന്തിൽ ഒന്ന് മൊഴി കൊടുക്കണം. 4 അംഗ ബെഞ്ച്, 6 അംഗ ബെഞ്ച്. 4 അംഗ ബെഞ്ച്. എടാ പൊട്ട, 6 അംഗ ബെഞ്ചെന്ന്. പൊട്ട നിന്റെ പെങ്ങള്. എടാ പെങ്ങൾ അങ്ങനെ പൊട്ടലാണ്, പെങ്ങൾ പൊട്ടിയല്ലാവുള്ളൂ. പൊട്ട, അയ്യേ. 4 അംഗ ബെഞ്ച്, 4 അംഗ ബെഞ്ച്. 6 അംഗ ബെഞ്ച്, 6 അംഗ ഞാൻ ബെഞ്ച്. വിളിക്കുന്നില്ല. എന്റെ പൊന്ന് സെന്തിലെ ഏത് സുപ്രീം കോടതിയിലാന്ന് വെച്ചാ ഒന്ന് പോ, ഞാനിപ്പോ തീർത്ത് കൊടുക്ക്. അല്ല, ഞാനിപ്പോ 2 പേർക്കും ഒരു 6 രൂപ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഈ പ്രശ്നം തീരുമോ? ഇല്ല, ഞങ്ങൾക്ക് 6 60 അല്ല വിഷയം, ഞങ്ങൾക്ക് തറവാടിത്ത വിഷയം. സെന്തിലിന്റെ ഒരു കാര്യം അറിയാമോ? എന്റെ ഈ കേസ് വാദിക്കുന്ന ഉമാ ചാറ്റർജി എന്ന വക്കീലില്ലേ, ഒറ്റ സിറ്റിങ്ങിന് 6 ലക്ഷം രൂപ മേടിക്കണേ. 4 ലക്ഷം എനിക്കറിയാം. 6 ലക്ഷം. 6 ലക്ഷം. 6 ലക്ഷം. 4 ലക്ഷം. ചേട്ടാ നിർത്ത്. ഞാൻ വരാം. ഞാൻ വന്നത് പറയാം, മൊഴി പറയാം. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ പ്രശ്നം തീരുമല്ലോ. ഓക്കെ ആയില്ലേ? സമാധാനമായില്ലേ? ഓക്കെ, ആ കേസ് തീർന്നല്ലോ. കേസ് തീർന്നല്ലോ. അപ്പൊ എന്തായാലും സന്തോഷമായിട്ട് പോയട്ടെ, ഞാൻ വരാം. സമാധാനമായി, പ്രശ്നം തീർന്നത്. ചേട്ടാ വളരെ ഉപകാരം.
ഈ കേസുമായിട്ട് നടന്ന് എന്റെ ഒരു 6 ലക്ഷം രൂപ എനിക്ക് ചെലവായിട്ടുണ്ട്. ശോ. ഓടാ കള്ള 4 ലക്ഷം രൂപ. 6 ലക്ഷം 4 ലക്ഷം 6 ലക്ഷം 4 ലക്ഷം. Once Upon a Time version 2.0 അടുത്തതായി ദി എക്സലൻസ് അവാർഡ് സെഗ്മെന്റ് ആണ്. ഈ സെഗ്മെന്റിൽ നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്ന താരം വിവിധ ടെലിവിഷൻ പരിപാടികളിലൂടെ മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ച് നമുക്ക് ഏവർക്കും സുപരിചിതനായ കലാകാരൻ ശ്രീ സുഭാഷ് കരുനാഗപ്പള്ളി. സുഭാഷ് കരുനാഗപ്പള്ളി, ഞാൻ സലീം കുമാറേട്ടന്റെ ട്രൂപ്പിൽ കളിക്കുന്ന കാലത്ത് ഞാൻ വേറൊരു ട്രൂപ്പിന്റെ പരിപാടി കാണാൻ വേണ്ടി പോയി. ഞാൻ അന്ന് ആ സ്റ്റേജിന്റെ ബാക്കിൽ പോയപ്പോൾ നമ്മുടെ ട്രൂപ്പിന്റെ ഓണറും ഡയറക്ടറും എല്ലാം സലീം കുമാറേട്ടനാണ്. നമ്മളേറെ ബഹുമാനത്തോടെ കാണുന്ന ഒരാളാണ്. ഇത് ഏത് വർഷമായിരിക്കും? ഇതൊരു 2002-03 ആയിരിക്കും അല്ലേ? 2000-2002 ആ ടൈം ആണ്. നീ എപ്പോഴല്ലേ വന്നത്? അതെ അതെ. ഞാന് സലീമന്റെ ട്രൂപ്പിൽ കളിച്ചിട്ട് ഞാൻ ഇങ്ങനെ ഒരു 2003 മറ്റേ ഒരു വേറൊരു ട്രൂപ്പിന്റെ ഷോ കാണാൻ പോയിട്ട് സ്റ്റേജിന്റെ ബാക്കിൽ ചെന്നപ്പം ചെറിയ ലൈറ്റേ ഉള്ളൂ, സ്റ്റേജിന്റെ ബാക്കിലല്ലേ. പെട്ടെന്ന് സലീമേട്ടൻ സ്റ്റേജിന്റെ ബാക്കിലോട്ട് വരുന്നു എന്ന് പറഞ്ഞ് ഞാൻ ഇരുന്നിടത്തുനിന്ന് ചാടി എണീറ്റ് കഴിഞ്ഞ് നോക്കുമ്പോ സലീമേട്ടനല്ല, ഇവൻ സലീമേട്ടന്റെ ഫിഗറും ചെയ്തുകൊണ്ട് പോകുന്നതാണ്. അന്ന് അത്രയും പെർഫെക്റ്റ് ആയിട്ട് അന്ന് വൺ മാൻ ഷോ എന്നൊക്കെ പറയുന്ന ചിത്രത്തിലെ സലീമേട്ടന്റെ ഫിഗറും കാര്യങ്ങളൊക്കെ സ്റ്റേജിൽ ചെയ്യുന്ന ആർട്ടിസ്റ്റാണ് സുഭാഷ്. പിന്നീട് അങ്ങോട്ട് സുഭാഷ് എത്ര ശബ്ദങ്ങൾ ചെയ്തിട്ടുണ്ടെന്നോ ആരെയൊക്കെ അനുകരിച്ചിട്ടുണ്ടെന്നുള്ളത് കണക്കില്ല. പിന്നീട് നടന്ന ചരിത്രമായിരുന്നു. അതുപോലെ ഒരുപാട് അനുകരണങ്ങൾ, ഒരുപാട് സ്റ്റേജുകൾ, ഗൾഫ് പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ സുഭാഷ് പതുക്കെ കമ്പ്യൂട്ടറോ എഞ്ചിനീയറോ സോഫ്റ്റ്വെയറോ അങ്ങനെ എന്തൊക്കെയോ പരിപാടികൾ എഡിറ്റിംഗ് ഒക്കെ ആയിട്ട് മാറി. വെറുതെ അങ്ങനെയൊന്നും പറയരുത്. അതൊക്കെ ഇച്ചിരി കൂടെ എന്നെക്കാൾ കുറെ കൂടെ നല്ല തലയുള്ള ആൾക്കാർക്ക് പറഞ്ഞ പണിയാണ്. ഇത് എഡിറ്റിങ്, വിഷ്വൽ എഫക്ട്സ്, DI, അതായത് നമ്മൾ കളർ ചെയ്യുള്ള ഗ്രേഡിങ്, അങ്ങനെയുള്ള പരിപാടി. ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ട്, വേറെ രൂപത്തിലാന്നേ ഉള്ളൂ. എങ്ങനെ പോകുന്നു സുഭാഷ് കാര്യങ്ങളൊക്കെ? കുഴപ്പമില്ല. മിമിക്രി ഇപ്പോഴും ഒരു താല്പര്യത്തോടെ തന്നെ നിൽക്കുകയാണ്. എന്നാൽ പോലും നമുക്ക് ജീവിതത്തിൽ ഈ താല്പര്യമുള്ള എല്ലാ കാര്യങ്ങളും എക്സ്പീരിയൻസ് ചെയ്യണമല്ലോ, അങ്ങനെ ആയിരിക്കണമല്ലോ പോകേണ്ടത്. തീർച്ചയായിട്ടും. അപ്പൊ അങ്ങനെ മിമിക്രിയിൽ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന സമയത്ത് പിഷാരടിയൊക്കെ മറ്റേ എന്താ നമ്മുടെ ആ ഷോ ഉണ്ടല്ലോ ധർമ്മജനുമായിട്ടുള്ള, അതൊക്കെ തിരക്കാവുന്ന നിന്റെ ഒരു ലെവൽ ഇങ്ങനെ അങ്ങോട്ട് മാറി വരുന്ന സമയത്താണ് എനിക്ക് എൻ്റെ തലയിലേക്ക് ഈ കമ്പ്യൂട്ടറും DI, എഡിറ്റിംഗ് ഇങ്ങനെയുള്ള സാധനങ്ങൾ എൻ്റെ തലയിലേക്ക് വരുന്നത്. അപ്പം ഞാൻ അതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചു. അതൊരു കോഴ്സായിട്ട് തന്നെ പഠിച്ചു. അത് ചെന്നൈയിൽ ഇമേജ് എന്ന് പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ച് അത് കോഴ്സായിട്ട് കംപ്ലീറ്റ് ചെയ്ത് ഇപ്പോൾ വർക്കുകൾ ചെയ്തു പോകുന്നു. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇപ്പോഴും വിനയം വിട്ടിട്ടില്ല. നമ്മളൊക്കെ എത്ര പരിപാടികളില്ലാത്ത അവസ്ഥ നല്ല തിരക്കുള്ള സ്റ്റുഡിയോയുടെ ഓണറാണല്ലോ, വിനയം വിട്ടിട്ടില്ല. അന്ന് കമ്പ്യൂട്ടറൊക്കെ വന്ന് നല്ല ബുദ്ധി തോന്നി. അതെ അതെ. സുഭാഷ്, വേറെ എന്തൊക്കെയാണ് പുതിയ വിശേഷങ്ങൾ? ഈ ഇതല്ലാതെ കലാപരമായ പരിപാടികൾ, പ്രോഗ്രാമുകൾ ഇപ്പൊ വല്ലപ്പോഴും ഒക്കെ ചെയ്യുന്നുണ്ടോ? പ്രോഗ്രാം നമ്മുടെ ഈ പറഞ്ഞ പോലെ പിഷാരടി പോലെ തന്നെയുള്ള സൗഹൃദങ്ങൾ ഒരുപാടുണ്ടല്ലോ. അപ്പൊ അവരൊക്കെ ഇടയ്ക്ക് വിളിക്കാറുണ്ട്. വിളിക്കുമ്പോ സുഭാഷിന്റെ എനിക്കൊരു വലിയ ഓർമ്മ, സുഭാഷ് അന്ന് വലിയൊരു വിഗും കാര്യങ്ങളും ഒരു കണ്ണടയൊക്കെ വെച്ചിട്ട് സ്റ്റേജില് സിംഗർ ഹരിഹരന്റെ ഫിഗർ ചെയ്യുമായിരുന്നു. അപ്പൊ സുഭാഷ് വിഗ് മേടിച്ച കടയിൽ നിന്ന് തന്നെ വിഗ് മേടിച്ചിട്ട് വേറൊരാള് സന്തോഷ് കോട്ട എന്ന് പറഞ്ഞൊരു മിമിക്രി ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു, AK ആന്റണി സാറിന്റെ ഫിഗറൊക്കെ ചെയ്യുന്നത്. അദ്ദേഹം മരിച്ചുപോയി. അപ്പൊ ഈ സന്തോഷ് കോട്ട ഒരു ദിവസം സുഭാഷിനെ വിളിച്ചിട്ട്, എടാ സുഭാഷേ, നീ വിഗ് മേടിച്ച അതേ കടയിൽ നിന്ന് തന്നെയാണല്ലോ ഞാനും വിഗ് മേടിച്ചത്, എന്നിട്ട് എനിക്ക് ഫിഗർ കിട്ടുന്നില്ലല്ലോ എന്ന്. ഒരു ബന്ധവുമില്ല അതുമായിട്ട്, വേറെ മുഖമാ പുള്ളിക്ക്, എന്നിട്ട് ഈ ഫിഗർ കിട്ടുന്നില്ലെന്ന് പറഞ്ഞിട്ട് നിൽക്കുന്ന ആളാണ്. ഇതിന്റെ പ്രാക്ടീസ് അപ്പൊ എപ്പോഴാണ് സുഭാഷ് ചെയ്യുന്നത്? ഇത് ഒന്ന് പൊടി തട്ടി വെക്കാനായിട്ട് ഈ കമ്പ്യൂട്ടറിന്റെ ഒക്കെ പരിപാടിയുടെ ഇടയിൽ ഇത് വീട്ടില് അതിന് പറ്റിയ ഓഡിയൻസ് ഉണ്ട്. ഒന്ന് എന്റെ മോള് ഇപ്പൊ 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു, ദേവി പാർവതി. പിന്നെ മോൻ വന്നിട്ട് 5 വർഷമായുള്ളൂ, 5 വയസ്സേ ആയുള്ളൂ. അവൻ ഞാൻ ഈ കമ്പ്യൂട്ടറിന് മുമ്പ് ഇരിക്കുന്ന മാത്രമേ കണ്ടിട്ടുള്ളൂ. സ്റ്റേജിൽ കിടന്ന് വിരകുന്ന കണ്ടിട്ടില്ല. അത് കണ്ടിട്ടുള്ളത് മോള് മാത്രമാണ്. അപ്പൊ മോള് ഒരു നല്ല ഓഡിയന്റ് ആണ്. അവള് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യും. അവൾക്ക് താല്പര്യമുണ്ട് അച്ഛൻ വീണ്ടും സ്റ്റേജിൽ കയറി കാണണം. സുഭാഷ്, എന്തെങ്കിലും ചെറിയ പരിപാടികൾ ഞങ്ങൾക്ക് വേണ്ടി കാഴ്ചവെക്കാൻ പറ്റുമോ ഇപ്പൊ വന്ന സ്ഥിതിക്ക്? പണ്ട് ചെയ്തതിൽ എപ്പോഴും ഓർമ്മ നിൽക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇഷ്ടം തോന്നുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കുതിരോട്ടം പപ്പിച്ചേട്ടനാണ്. വെള്ളാനകളുടെ നാട്ടിലെ ആ ഒരു സീക്വൻസ് കേൾക്കാം. ഈ എന്ന് പറഞ്ഞാല് നമ്മൾ പെരുത്ത് കേട്ടേക്കണ്. ഇത് ചെറുത്, ഒരു 10 മീറ്റർ നീളം, ഒരു 4 മീറ്റർ വീതി. ഇമ്മാതിരി ഒരു എമണ്ട് സാധനമാണ് പണ്ട് നമ്മൾ BW ഓടിക്കൊണ്ട് നടന്നിരുന്നത്. നിങ്ങൾ കേട്ടിട്ടില്ലേ നമ്മുടെ താമരശ്ശേരി ചോരൊന്ന് ഇങ്ങനെ കിടക്കല്ലേ? ഒരു ദിവസം നമ്മൾ ഈ ചോര ഇറങ്ങുമ്പോ ഈ പണ്ടാരത്തിന്റെ ബ്രേക്ക് അങ്ങോട്ട് പോയി. ഇതുണ്ടോ പിടിച്ചാലോ വെക്കണ്? ഒരു കടുകുമണി വ്യത്യാസത്തിൽ സ്റ്റെയറിങ് ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ മാറിയാൽ മതി, നമ്മൾ എഞ്ചിനും തവിട് കൂടി
എന്താണ് എഞ്ചിനൊരു ഒറ്റ കുത്താണ് ആൽമരത്തിൽ. ആൽമരം അപ്പം തന്നെ അവിടെ മറിഞ്ഞു വീണു. പക്ഷെ എഞ്ചിൻ അപ്പം തന്നെ അവിടെ നിന്ന് അപ്പം തന്നെ PWD നമ്മളെ വിളിച്ചിട്ടൊരു അവാർഡൊക്കെ തന്ന്. EWD എഞ്ചിന് നമ്മുടെ തോളത്ത് തട്ടിയിട്ട് പറയാണ്, പകയാ നീ സുലൈമാനല്ല ഹനുമാനാണ്. ഇതാണ് പഴയതിൽ ചിലത് ഓർമ്മയിക്കുന്ന സാധനങ്ങൾ. അല്ല സുഭാഷ്, ഈ പപ്പു ചേട്ടനെ തന്നെ ഒരുപാട് മ്യൂക്കറി ആർട്ടിസ്റ്റ് അല്ലേ എന്ത് ഇത് അതെന്നൊക്കെ പറയുന്നത് ഇത് ഡയറക്റ്റ് ഡിറ്റോ ആയിട്ടുള്ള ഒരു ഡയലോഗാണ് എപ്പോഴും സുഭാഷ് അന്ന് സ്റ്റേജിൽ പറയുമ്പോഴും ഞാൻ ആൾക്കാർ ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടിട്ടുണ്ട്. പപ്പുചേട്ടൻ അല്ലാണ്ട് പിന്നെ വേറെ ആരൊക്കെയായിരുന്നു? മാളാരവന്തൻ ചേട്ടന്റെ ലോട്ടറി കച്ചവടം. അതായിട്ടുള്ള കാര്യങ്ങൾ ലോട്ടറി പ്രത്യേകതകളെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഞാനിത് ശപഥം ചെയ്യുന്നു. ആകസ്മികമായ ഉത്ഭവത്തിന്റെ പ്രഭവത്തിൽ നിന്നും വേർതിരിക്കുന്ന ആ ഗോള പ്രതിഭാസത്തിന്റെ കുറ്റതോടനാണ് കേരള ലോട്ടറി. ഹി ഹി ഹി. ഈ സാധനം കേട്ട് അതിനോട് തോന്നിയ ഒരു കൗതുകവും താല്പര്യമാണ് എന്നെ മിമിക്രിക്കാരനാക്കിയത്. പപ്പുചേട്ടനെയും മാളച്ചേട്ടനെയൊക്കെ അസാധ്യമായിട്ട് അനുകരിച്ചു. ഇപ്പം രമേശ് ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ അതിൻ്റെതായ പെർഫെക്ഷനോട് കൂടി പെർഫെക്ഷനിൽ ഒരു വ്യത്യസ്തത കൊണ്ടുവന്ന് അനുകരിച്ചു. അപ്പം ഇതുപോലെ ഉള്ള മറ്റ് പെർഫോമൻസുകൾ ഏതൊക്കെയായിരുന്നു പെട്ടെന്ന് ഇവിടെ നമുക്ക് വേണ്ടി പെർഫോം ചെയ്യാൻ പറ്റുന്ന? ഒരു ഓർമ്മ വരുന്നൊരു സാധനം, നമ്മുടെ ഈ മാളാരവന്തൻ ചേട്ടന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡയലോഗ് പറഞ്ഞിട്ട് അതിനെ മറ്റൊരു ശൈലിയിലും കൂടി പറയും. അതെ, പോടാന്ന് പറഞ്ഞിട്ട് പോടാ കൂടെ പറയും. ഓക്കെ. അപ്പൊ അങ്ങനെ ഉള്ള ഒരു സംഭവമാണ്. അതായത് മാളാരവന്തൻ ചേട്ടൻ ഒരു വക്കീലാണ്. ഇപ്പൊ പുള്ളി കോടതിയിൽ വരുന്നു, പുള്ളി വാദിഭാഗം വാദികയാണ്. ബഹുമാനപ്പെട്ട കോടതി, ഒരു കാര്യം മനസ്സിലാക്കണമെന്ന് ഇരിക്കുന്നവൻ ഇവനാണ് ഇത് ചെയ്തതെന്നുള്ള എല്ലാ തെളിവുകളും എൻ്റെ കയ്യിലുണ്ടെന്ന്. ഇവന് മതിയായ ശിക്ഷകൾ നോക്കി ഇവനെ തൂക്കിക്കൊല്ലണം, ഇവനെ പണ്ടാരടക്കണം. കറക്റ്റ് ആയിട്ടുള്ള ഒബ്സർവേഷൻ ആണ് അത്. ശരിയാണ്, അടിപൊളിയായിരുന്നു അത്. പിന്നെ അന്ന് ചെയ്തിരുന്ന മറ്റൊരു സംഭവം ഉണ്ട്. അതായത് MG ശ്രീകുമാർ ഏട്ടന്റെ ചേട്ടൻ MG രാധാകൃഷ്ണൻ സാറിന്റെ ഞാൻ ഒന്ന് ശ്രമിച്ചു നോക്കാം. ഒത്തിരി നാളായി ചെയ്തിട്ട്. മലയാള ഗാനശാഖയിലെ ഞാൻ അധികം തന്നെ ചിത്രങ്ങളൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ തന്നെയും ഞാൻ ചെയ്തിട്ടുള്ള ചിത്രങ്ങളൊക്കെ ഏതാണ്ട് സൂപ്പർ ഹിറ്റുകൾ തന്നെയാണ്. അപ്പോൾ ഈ ദേവാസുരം എന്ന ചിത്രത്തിന് വേണ്ടിയിട്ട് ഞാൻ അന്ന് ഒരു കീർത്തനം പാടുകയുണ്ടായി. അത് ബ്രോഡുൽ കൃഷ്ണനാണ് അത് അഭിനയിച്ചിരിക്കുന്നത്. അത് ഇപ്രകാരമാണ്. അതായത് വന്ദേ മുകുന്ദ ഹരേ ജയ ശൗരേ സന്ദാബഹാരി മുരാരേ ദ്വാപര ചന്ദ്രിക ചർച്ചിതമാം നിന്റെ ദ്വാരകാപുരിയെവിടെ പീലിത്തിളക്കവും കോലക്കുഴൽ പാട്ടും അമ്പാടി പൈക്കളും എവിടെ ക്രൂരനിഷാദ ശരം കൊണ്ടു നീറുമി നെഞ്ചിലെന്നാത്മപ്രണാമം പ്രേമസ്വരൂപനം സ്നേഹസതീർത്ഥ്യന്റെ കാൽക്കലൻ കണ്ണീർ പ്രണാമം. സുഭാഷേട്ടാ, അപ്പോൾ പെർഫോമൻസുകളൊക്കെ അടിപൊളിയായി. ആൻഡ് ഇവിടെ എത്തിയതിൽ ഒരുപാട് നന്ദി, സന്തോഷം അറിയിക്കുകയാണ്. ഞങ്ങളുടെ ഈ ഒരു സ്നേഹാദരം ഏറ്റുവാങ്ങണം. അത് അദ്ദേഹത്തിന് നൽകാനായിട്ട് സെന്തിലേട്ടനെയും രമേശേട്ടനെയും സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു, പ്ലീസ്. ശ്രീ സുഭാഷ് കരുനാഗപ്പള്ളി അദ്ദേഹം തന്നെ പറഞ്ഞു, ഒരു പ്രത്യേക കാലയളവിൽ കലയുടെ തന്നെ വിവിധ മേഖലകളിലേക്ക് പോകണമെന്ന ആഗ്രഹത്തോടു കൂടി അദ്ദേഹം അതിൻ്റെ ഒരു പിന്നണി പ്രവർത്തനങ്ങളിലേക്ക് സാങ്കേതികമായ കാര്യങ്ങൾ ചെന്നൈയിൽ പോയി പഠിച്ച് അതിനുവേണ്ട ശ്രമങ്ങൾ നടത്തിക്കൊണ്ടാണ് ആ മേഖലയിലും മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കലാപരമായിട്ടുള്ള ഔന്നിത്യം ഇനി ഇവിടെ ഞാൻ പറയുന്നതിൽ അർത്ഥമില്ല, നിങ്ങൾ നേരിട്ട് കണ്ടു കഴിഞ്ഞതാണ്. എത്ര ചിട്ടയോടും
പൂർണ്ണതയോടും കൂടിയാണ് ഓരോ ശബ്ദങ്ങളും അദ്ദേഹം ഇവിടെ അനുകരിച്ചെന്നുള്ളത്. മിമിക്രിയിലെ സജീവ സാന്നിധ്യമായിട്ടുള്ള സുഭാഷ് കരുനാഗപ്പള്ളി അദ്ദേഹത്തിന്റെ തിരക്കിൽ നിന്നും സമയം മാറ്റിവെച്ച് ഇവിടെ എത്തിയതിന് നന്ദി അറിയിക്കുന്നു. ഒപ്പം ഞങ്ങളുടെ ഒരു ചെറിയ ഉപഹാരം. പ്രദീപ് പുലാരി, സന്തോഷ് നെന്മാറ എന്നിവരാണ് ഇന്ന് പെർഫോം ചെയ്ത സ്റ്റാൻഡപ്പ് കൊമേഡിയൻസ്. ഇവരിൽ ആരാണ് ബെസ്റ്റ് പെർഫോമർ കണ്ടെത്താം. അതിനു മുൻപായി ഇരുവരെയും സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സന്തോഷ്, പ്രദീപ് എന്നീ രണ്ടുപേർ വളരെ മികച്ച പ്രകടനമാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാഴ്ചവെച്ചത്. രണ്ടുപേരും ഒന്നിനൊന്ന് മികച്ച പ്രകടനമായിരുന്നു. ഈ രണ്ടൊന്നാമന്മാരിൽ കുറച്ചുകൂടെ മികച്ച പ്രകടനം കാഴ്ചവെച്ചത് പ്രദീപ്. രസച്ചരടിൽ കോർത്ത ഫൺസ് അപ്പോൺ എ ടൈം വേർഷൻ 2.0 മറ്റൊരു മനോഹരമായ എപ്പിസോഡ് കൂടി ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും അടുത്ത എപ്പിസോഡിലൂടെ കാണാം. Until then, bye.